വല്ലാത്തൊരു അനുരാഗത്തിന്റെ വീതിയിലേക്കുള്ള ഒരു വെളിച്ചം വീശലാണ് സൂഫിയാന രചനകൾ. അതിന്റെ പിന്നാമ്പുറങ്ങളും അകക്കാമ്പുകളുമെല്ലാം ഇലാഹിയത്തിലേക്കുള്ള പ്രണയമാണ്. ഭയം എന്ന് പറയുന്നതിന് അറുക്കലാണ്. വഹദത്തുമാലിൽ പറയുന്നുണ്ട്, പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ അല്ലയെ ഭയക്കണ്ടടോ, ഉപ്പയെ പ്രിയം വെച്ച രീതിയിൽ അല്ലയെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഒരു ഖൗലിനെ യാഥാർത്ഥ്യമാക്കലാണ്. അപ്പോ പലപ്പോഴും സൂഫി രചനകളിലൊക്കെ ലൈല, പെണ്ണ്, കള്ള് എന്നൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ പൊരുത്തപ്പെടാനാവാത്ത പല കൗലുകളും വരും. അതിന് അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരം അർത്ഥങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇതൊരു ആസ്വാദനമല്ല, ഇതൊരു വിവരം കൈമാറലാണ്. ഒരു കാമുകി പ്രണയത്തിനിടക്ക് കൈമാറുന്ന ഹംസത്തിന്റെ ഒരു കത്തിന്റെ പണിയെടുക്കലാണ് സൂഫി കലാം എന്ന് പറയുന്ന പോലെ. ഇവിടെ അള്ളാഹുവിനെ പ്രണയിക്കാനുള്ള ശ്രമമാണ്. അള്ളാഹു ശിക്ഷിക്കാനുള്ള ഒരാളാണെന്ന് വിചാരിക്കണ്ട. അള്ളാഹു നമ്മുടെ കൂടെയുള്ള ഒരാളാണ്. നമ്മേക്കാൾ കൂടുതൽ നമ്മെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സൃഷ്ടാവാണ് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു ചലനമാണിത്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നുണ്ട്, ഇവിടെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നക്ഷത്ര തുല്യമായ, നക്ഷത്രങ്ങൾക്കപ്പുറത്ത് മനോഹരമായ ഒരു ലോകം ഞാൻ നിങ്ങൾക്ക് പണിതു വെച്ചിട്ടുണ്ട്. ആ ലോകത്തിലേക്കുള്ള സഞ്ചാരമേതോ, ആ സഞ്ചാരത്തിലേക്കുള്ള കണ്ടറിവാണ് ഈ പറയുന്ന എല്ലാം. അതുകൊണ്ട് തന്നെ ആ ലോകത്തിലേക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാ, സഞ്ചരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ആ ഒരു നക്ഷത്രങ്ങൾക്കപ്പുറത്തുള്ള ആ ലോകത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക, അതിനെ പഠിക്കുക, അതിനെ അറിയുക. അതിനു വേണ്ടി ഇവിടെ ഒരുപാട് പ്രണയ പരീക്ഷണങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്. सितारों से आगे जहावर भी है, 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 सितारों से आगे जहावर भी है। अभी इश्क के, अभी इश्क के, अभी इश्क के, अभी इश्क के इंतजार होगी, सितारों से आगे जहावर भी है, सितारों से आगे जहावर भी है, सितारों से आगे जहावर भी है, सितारों से आगे जहावर भी है। मौला ओ ओ ओ मौला ओ ओ ओ मौला ओ ओ ओ मौला, मौला ओ ओ ओ मौला ओ ओ ओ मौला ओ ओ ओ मौला। इनायत कर आलमे रंगो पर, इनायत कर आलमे रंगो पर। चमन और भी है, चमन और भी है, चमन और भी है, चमन और भी है, और भी है, सितारों से आगे जहावर 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 भी है। अभी इश्क के, अभी
जहां और भी है, सितारों से आगे जहां और भी है। सरिगम सरिगम गम गनि पनि तम 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 तपमगरि गरि 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 रि गमरि भरि भरि धा सरिगम गम गम गनि पनि तम 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 तपमगरि गरि 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 पमगरि नरि गरि धा। अगर गोलेगा एक नशे मन तो क्या हम, अगर गोलेगा एक नशे मन तो क्या हम। मकामा दिया हो, मकामा दिया हो, मकामा दिया हो, मकामा दिया फुलदार न होगी सितारों से आगे जहां और भी है, सितारों से आगे जहां और भी है, सितारों से आगे जहां और भी है, सितारों से आगे जहां और भी है। अभी इश्क के, अभी इश्क के, अभी इश्क के, अभी इश्क है, इंतजार और भी है, सितारों से आगे जहां 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 और भी है। എങ്ങനെ ഈ സ്വർഗത്തിലേക്ക് എത്തണം? ഇത് സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് നക്ഷത്രത്തിനപ്പുറത്ത് മനോഹരമായ ലോകത്തിനെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പ്രണയ പരീക്ഷണങ്ങൾ ഏറെയുണ്ട് എന്നാണ് അതിൻ്റെ ആശയവൃത്തമുള്ളത്. ഇതിലേക്ക് എങ്ങനെ എത്തണം? അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ സൂഫിയാക്കൾ, അള്ളാഹുവിനെ പ്രണയിച്ചവരെന്തെല്ലാം അള്ളാഹുവിനെ തേടി ഇങ്ങനെ നടന്നു. ആ നടത്തത്തിനെയാണ് അത് വരച്ചിട്ടപ്പോൾ അവരിങ്ങനെ പാടിയത്. അള്ളാഹുവേ നിന്നെ തേടി തേടി ഞാൻ അലങ്ങളെല്ലാം ഓടി കൂടി ഞാൻ കള്ള് തിരിഞ്ഞ് പാടി കള്ള് തിരിഞ്ഞ് പാടി പാടി ഞാൻ വല്ലാഹി കള്ള് കൂടി ചാടി ഞാൻ. എന്താണ് കള്ള്? കള്ള് എന്ന് പറയുന്ന ലഹരിക്കൊരു പ്രത്യേകത ഉണ്ട്. അത് ഒരേ സമയത്ത് നമ്മുടെ ശരീരത്തിലെയും മസ്തിഷ്കത്തെയും ഞരമ്പുകളെയും ഒരേ സമയത്ത് അതിൽ തളർത്തിക്കൊണ്ടിരിക്കുന്ന. അപ്പോ ആ തളർത്തുന്ന കള്ളിലെ ലഹരി അത് എന്റെ ഹൂ എന്ന എന്റെ ജലാലയത്തിന്റെ ഇസ്മിലെ ഹൂ വാറ്റിയ ലഹരി ആയിരുന്നെങ്കിൽ എന്റെ ചിന്തയിലും എന്റെ ശരീരത്തിലും എല്ലാം നീയായി മാറുമല്ലോ എന്നാണ് അതിന്റെ ആശയം. അതാണ് ഇവിടെ കള്ള് എന്ന് ഉദ്ധരിക്കുന്നത്. അല്ലാഹുവേ നിന്നെ തേടി, അല്ലാഹുവേ നിന്നെ തേടി, അല്ലാഹുവേ നിന്നെ തേടി തേടി ഞാൻ അലങ്ങളെല്ലാം മൂടി കൂടി ഞാൻ കള്ളു തിരിഞ്ഞ് പാടി പാടി ഞാൻ വല്ലാഹി കള്ളു കൂടി ചാടി ഞാൻ അല്ലാഹുവേ നിന്നെ തേടി തേടി ഞാൻ അലങ്ങളെല്ലാം ഓടി കൂടി ഞാൻ കള്ളു തിരിഞ്ഞ് പാടി പാടി ഞാൻ വല്ലാഹി കള്ളു കൂടി ചാടി ഞാൻ കള്ളിൽ കശഫ് കണ്ട് ഫുള്ളായി അടിച്ച് രണ്ട് കള്ളിൽ കശഫ് കണ്ട് ഫുള്ളായി അടിച്ച് രണ്ട് ഉള്ളിൽ സാല് കൊണ്ട് തള്ളി തളർച്ച കൊണ്ട് അല്ലാഹുവേ നിന്നെ തേടി അല്ലാഹുവേ നിന്നെ തേടി തേടി ഞാൻ അലങ്ങളെല്ലാം ഓടി കൂടി ഞാൻ കള്ളു തിരിഞ്ഞ് പാടി പാടി ഞാൻ വല്ലാഹി കള്ളു കൂടി ചാടി അക്കള്ളല്ലാഹി കള്ള് ഇക്കള്ളിയിലില്ല ചെള്ള് അക്കള്ളല്ലാഹി കള്ള് ഇക്കള്ളിയിലില്ല
ചെണ്ട് അക്കള്ളല്ല ഈ കള്ള് ഈ കള്ളിയിലില്ല ചെണ്ട് അക്കള്ളല്ല ഈ കള്ള് ഈ കള്ളിയിലില്ല ചെണ്ട് അക്കള്ളകത്താക്കി ചെല്ലാം പുറത്ത് തള്ളു അല്ലാഹുവേ നിന്നെ തേടി അല്ലാഹുവേ നിന്നെ തേടി തേടി ഞാൻ അലങ്ങളെല്ലാം ഓടി കൂടി ഞാൻ കള്ളു തിരിഞ്ഞ് പാടി പാടി ഞാൻ വല്ലാഹി കള്ള് കൂടി ചാടി ആട്ടം മടക്കം നിന്റെ കാണില്ല ഇല്ല എന്റെ ആട്ടം മടക്കം നിന്റെ കാണില്ല ഇല്ല എന്റെ നിന്റേത് കണ്ടും പണ്ട് ഞാനില്ല നീയും രണ്ട് അല്ലാഹുവേ നിന്നെ തേടി അല്ലാഹുവേ നിന്നെ തേടി തേടി ഞാൻ അലങ്ങളെല്ലാം ഓടി കൂടി ഞാൻ കള്ള് തിരിഞ്ഞ് പാടി പാടി ഞാൻ വല്ലാഹി കള്ള് കൂടി ചാടി ആട്ടം മടക്കം നിന്റേതാണില്ല ഇല്ല എന്റെ ആട്ടം എന്റെ ചലനവും നീയാണ് ഞാൻ ചലിക്കാതിരിക്കലും നീയാണ് ഞാൻ ചലിക്കുന്നതും നീയാണ് ഞാൻ ചലിക്കാതിരിക്കലും നീയാണ് നിന്റേത് കണ്ടും നിന്റേതാണെന്ന് അറിഞ്ഞപ്പോ നീ ഇല്ലല്ലോ റബ്ബേ ഞാനില്ലല്ലോ റബ്ബേ ഇവിടെ നീ മാത്രമാണല്ലോ അതാണ് പറയുന്നത് ആട്ടം മടക്കം നിന്റെ താണില്ല ഇല്ല എന്റെ ആട്ടം മടക്കം നിന്റെ നിന്റേത് കണ്ടും പണ്ട് ഞാനില്ല നീയും രണ്ട് അല്ലാഹുവേ നിന്നെ തേടി അല്ലാഹുവേ നിന്നെ തേടി തേടി ഞാൻ അലങ്ങളെല്ലാം ഓടി കൂടി ഞാൻ കള്ളു തിരിഞ്ഞ് പാടി പാടി ഞാൻ വല്ലാഹി കള്ള് കൂടി ചാടി അല്ലാഹു അല്ലാ മുള്ള് മുള്ള് മൂരട് മുള്ള് അല്ലാഹു അല്ലാ മുള്ള് മുള്ള് മൂരട് മുള്ള് മൂപ്പിൽ മുളപ്പിച്ചു ആനന്ദത്താലെ തുള്ളു അല്ലാഹുവേ നിന്നെ തേടി അല്ലാഹുവേ നിന്നെ തേടി അല്ലാഹുവേ നിന്നെ തേടി തേടി ഞാൻ അലങ്ങളെല്ലാം ഓടി കൂടി ഞാൻ കള്ളു തിരിഞ്ഞ് പാടി പാടി ഞാൻ വല്ലാഹി കള്ള് കൂടി ചാടി അല്ലാഹു എന്ന് പറയുന്ന അലിഫ് ആ അലിഫ് കൊണ്ടാണ് ലോകത്തെല്ലാം പഠിച്ച അവൻ അമ്ര നടത്തിയത് ആ മുള്ളുകൊണ്ട് നീ എന്റെ കബീരിയത്തിന് എന്റെ കിബറിന്റെ മുള്ളുകൊണ്ട് എന്നെ നുള്ളിയെടുക്ക് എന്നിട്ട് എന്റെ മൂക്കിൽ എന്റെ ശ്വാസം നീ എന്താക്ക് ആയി എന്നെ മുളപ്പിക്കുക അതാണ് പറയുന്നത് അല്ലാഹു അല്ലാ മുള്ള് മുള്ള് മൂരട് മുള്ള് അല്ലാഹു അല്ലാ മുള്ള് മുള്ള് മൂരടി മുള്ള് മൂക്കിൽ മുളപ്പിച്ചു ആനന്ദത്താലെ അല്ലാഹുവേ നിന്നെ തേടി അല്ലാഹുവേ നിന്നെ തേടി അല്ലാഹുവേ നിന്നെ തേടി തേടി ഞാൻ അലങ്ങളെല്ലാം ഓടി കൂടി ഞാൻ കള്ളു തിരിഞ്ഞ് പാടി പാടി ഞാൻ വല്ലാഹി കള്ള് കൂടി ചാടി 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 ഈ വല്ലാഹി കള്ള് കുടിച്ചു ആര് റാബിത്തുൽ അദബിയ അതുകൊണ്ടാണ് ഒരു കയ്യിൽ ഇച്ചിരി വെള്ളവും മറു കയ്യിൽ ചൂട്ടും പിടിച്ചുകൊണ്ട് അങ്ങാടി മുഴുവൻ മോടി പറഞ്ഞതെന്ത് ഞാൻ സ്വർഗത്തിന് തീ കൊടുക്കാനും അതോടൊപ്പം തന്നെ നരകത്തിനെ കെടുത്താനും പോവുകയാണ് അതെന്തേ അങ്ങനെയെന്ന് ചോദിച്ചു പറഞ്ഞത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവർ സ്വർഗത്തിനെയും നരകത്തിനെയും ഉപാധി വെച്ചിട്ടാണ് അല്ലാതെ അവരുടെ പ്രണയം മൂത്തിട്ടല്ല ഒരു തവണ പോലും എന്റെ റബ്ബിന് വേണ്ടി അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം കൊണ്ട് പറഞ്ഞിട്ടില്ല നമ്മളാരും
അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തോ ഇബാദത്തുകളെല്ലാം ഈ സ്വർഗത്തിന് നരകത്തിന് ഉപാധി വെച്ചിട്ടാണല്ലോ എന്ന് റാബിത്തുൽ അദബ് വല്ലാതെ ഖേദിച്ചു. എന്നാൽ അള്ളാഹു ലയിച്ചു പോയവരുടെ ഡിമാൻഡ് സ്വർഗമല്ല. അവർ സ്വർഗത്തെ ആഗ്രഹിക്കുന്നു, പക്ഷെ അവരുടെ ഡിമാൻഡ് സ്വർഗമല്ല. അവർ നരകത്തെ ഭയന്നിട്ടുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗവും കണക്കാണ്, നരകവും കണക്കാണ്. അവരുടെ പ്രശ്നം സ്വർഗമോ നരകമോ അല്ല, അവരുടെ പ്രശ്നം അല്ലാഹു ആണ്. അവരിങ്ങനെ പറഞ്ഞു. ജലാലുദ്ദീൻ റൂമി പറയുന്നുണ്ട്, എനിക്കൊന്നുമില്ല ആഗ്രഹം, എനിക്ക് നിന്നിലൊന്ന് തീരാനാണ് ആഗ്രഹം. അത് റാബിത്തുൽ അദബിയുടെ മനോഹരമായ ഖൗലാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞത് സ്വർഗം സുഖമാണെന്നറിയാം, നരകം അദാബെന്നറിയാം. എൻ്റെ റബ്ബേ എൻ്റെ റബ്ബേ നിന്നിൽ അലിഞ്ഞു വന്നാൽ എല്ലാം കണക്കാ, എല്ലാം കണക്കാ. നിന്നോട് അലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വർഗവും കണക്കാണ്, നരകവും കണക്കാണ്, എല്ലാം കണക്കാണ്. കാരണം നിന്നേക്കാളല്ലല്ലോ നിന്റെ സൃഷ്ടികളെല്ലാം, നിന്റെ സൃഷ്ടിപ്പുകളെല്ലാം നിന്നേക്കാൾ വലുതല്ലല്ലോ. അതാണ് പറയുന്നത്, സ്വർഗം സുഖമാണെന്നറിയാം, നരകം അദാബെന്നറിയാം. സ്വർഗം സുഖമാണെന്നറിയാം, നരകം അദാബെന്നറിയാം. എൻ്റെ റബ്ബേ നിന്നിൽ അലിഞ്ഞു വന്നാൽ എല്ലാം കണക്കാ, എല്ലാം കണക്കാ, എല്ലാം കണക്കാ, എല്ലാം കണക്കാ. സിറാത്തെന്ത് മലക്കെന്ത് അവിടുത്തെ ശംസെന്ത്, സിറാത്തെന്ത് മലക്കെന്ത് അവിടുത്തെ ശംസെന്ത്. എല്ലാം കണക്കാ, എല്ലാം കണക്കാ, എല്ലാം കണക്കാ, എല്ലാം കണക്കാ. സ്വർഗ സുഖമാണെന്നറിയാം, നരകം അദാബെന്നറിയാം. സ്വർഗ സുഖമാണെന്നറിയാം, നരകം അദാബെന്നറിയാം. എൻ്റെ റബ്ബേ നിന്നിൽ അലിഞ്ഞു വന്നാൽ എല്ലാം കണക്കാ, എല്ലാം കണക്കാ, എല്ലാം കണക്കാ, എല്ലാം കണക്കാ. കണ്ണിലോൻ ഫക്കീറാണടോ, ഫക്കീറാണടോ, ഫക്കീറാണടോ. കോലമോ മോശമാണടോ, മോശമാണടോ, മോശമാണടോ. കണ്ണിലോൻ ഫക്കീറാണടോ, ഫക്കീറാണടോ, ഫക്കീറാണടോ. കോലമോ മോശമാണടോ, മോശമാണടോ, മോശമാണടോ. ഉള്ളിലോ മോഹമാണടോ, റബ്ബ് തന്നടോ ആകെ പൂണ്ടടോ. ആമതു തേടിക്കൊണ്ടടോ, ഉപ്പ് പൂണ്ടടോ, ഇവിടം വേണ്ടടോ. എല്ലാം കണക്കാ, എല്ലാം കണക്കാ, എല്ലാം കണക്കാ, എല്ലാം കണക്കാ. സ്വർഗം സുഖമാണെന്നറിയാം, നരകം അദാബെന്നറിയാം. സ്വർഗ സുഖമാണെന്നറിയാം, നരകം അദാബെന്നറിയാം. എൻ്റെ റബ്ബേ നിന്നിൽ അലിഞ്ഞു വന്നാൽ എല്ലാം കണക്കാ, എല്ലാം കണക്കാ, എല്ലാം കണക്കാ, എല്ലാം കണക്കാ. ദുന്യവി ഹബ്സ് തന്നടാ, ഹബ്സ് തന്നടാ, ഹബ്സ് തന്നടാ. പ്രേമമൂതാകെ ഭ്രാന്തടാ, ആകെ ഭ്രാന്തടാ, ആകെ ഭ്രാന്തടാ. ദുന്യവി ഹബ്സ് തന്നടാ, ഹബ്സ് തന്നടാ, ഹബ്സ് തന്നടാ. പ്രേമമൂതാകെ ഭ്രാന്തടാ, ആകെ ഭ്രാന്തടാ, ആകെ ഭ്രാന്തടാ. ഭജനം റബ്ബ് തന്നടാ, വിരഹമാണട മുറാദിതാണടാ. ആ പ്രഭയിലൊന്ന് അലിയടാ, കരിഞ്ഞു പോട്ടടാ, റബ്ബ് മതിയടാ. എല്ലാം കണക്കാ, എല്ലാം കണക്കാ, എല്ലാം കണക്കാ, എല്ലാം കണക്കാ.
സ്വർഗം സുഖമാണെന്നറിയാം, നരകം അദാബെന്നറിയാം. സ്വർഗം സുഖമാണെന്നറിയാം, നരകം അദാബെന്നറിയാം. എന്റെ റബ്ബേ നിന്നിൽ അലിഞ്ഞു വന്നാൽ എല്ലാം കണക്കാ, എല്ലാം കണക്കാ, എല്ലാം കണക്കാ, എല്ലാം കണക്കാ, എല്ലാം കണക്കാ, എല്ലാം കണക്കാ. ഈ കണക്കിലേക്ക് എത്താൻ ഒരു കനിവിന്റെ കരം വേണം. ആ കനിവിന്റെ കരത്തിലേക്കുള്ള വീതി അത് മുഹമ്മദീയത്തിന്റെ മനോഹരമായ മീമിന്റെ ലാഞ്ചനിൽ ഇങ്ങനെ കുഞ്ചിക്കളിക്കുന്ന ആ തേനാറല്ലാതെ മറ്റെന്താണ്? ഹബീബിന് പറയാതെ എങ്ങനെ അള്ളാഹുവിന് പറയൂ? അതോടല്ലേ പൂർണ്ണാവുള്ളൂ. അള്ളാഹുവോട് പ്രണയിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഹബീബിനെ പ്രണയിക്കൂ എന്നാണ്. ഹബീബല്ലാത്ത മുഹമ്മദീയത്തിന്റെ ബാബല്ലാത്തൊരു ബാബു പോലും അള്ളാഹുവിന്റെ ജലാലയത്തിലേക്ക് എത്തൂല എന്നുള്ളതാണ്. ആ വഴിയിലേക്ക് ഒന്ന് സഞ്ചരിച്ച് നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം. കനിവിൻ കരം മോല, കനിവിൻ കരം हमको बरम मोला तू है करम. कनिविन करम मोला, कनिविन करम हमको बरम मोला तू है करम. कनिविन करम मोला, कनिविन करम हमको बरम मोला तू है करम. ഗദയിലെ മദദിനെ തേടുന്നു ഹം, റഹ്മത്തിൻ ത്വലബിലായി പാടുന്നു ഹം. ഗദയിലെ മദദിനെ തേടുന്നു ഹം, റഹ്മത്തിൻ ത്വലബിലായി പാടുന്നു ഹം. മദിയാ നബിയെ മോല തേടുന്നു ഹം. കനിവിൻ കരം മോല, കനിവിൻ കരം हमको बरम मोला तू है करम. कनिविन करम मोला, कनिविन करम हमको बरम मोला तू है करम. എല്ലാം എല്ലാം ഏകും നീയെ, കൊല്ലും തേടും പണം നീയെ. അജബാണു മാലിക്കുൽ മുലൂക്കും നീയെ, ഖാലിഖാനു നേടി നീയെ. ആനന്ദമേ ഗിൽത്തിജാ ഗദയിലെ മദദിനെ തേടുന്നു ഹം, റഹ്മത്തിൻ ത്വലബിലായി പാടുന്നു ഹം. ഗദയിലെ മദദിനെ തേടുന്നു ഹം, റഹ്മത്തിൻ ത്വലബിലായി പാടുന്നു ഹം. മദിയാ നബിയെ മോല कनिविन करम हमारा, कनिविन करम हमको बरम मोला तू है करम. कनिविन करम मोला, कनिविन करम हमको बरम मोला तू है करम. ലോകങ്ങൾക്ക് നാഥൻ നീയെ, ലോകം കാക്കും കാവൽ നീയെ. നീ എന്നിലെ ദാസദാ रब्बे अंबिया के तू है, रब्बे वलिया के तू है. आनंद में इल्तिजा ഗദയിലെ മദദിനെ തേടുന്നു ഹം, റഹ്മത്തിൻ ത്വലബിലായി പാടുന്നു ഹം. ഗദയിലെ മദദിനെ തേടുന്നു ഹം, റഹ്മത്തിൻ ത്വലബിലായി പാടുന്നു ഹം. മദിയാ നബിയെ മോല കർദേ കരം, കനിവിൻ കരം ഹമാരാ, കനിവിൻ കരം मोला तू है करम. कनिविन करम मोला, कनिविन करम हमको बरम मोला तू है करम. ഗദയിലെ മദദിനെ തേടുന്നു ഹം, റഹ്മത്തിൻ ത്വലബിലായി പാടുന്നു ഹം. ഗദയിലെ മദദിനെ തേടുന്നു ഹം, റഹ്മത്തിൻ ത്വലബിലായി പാടുന്നു ഹം. മദീനാ നബിയെ മോല തേടുന്നു ഹം. കനിവിൻ കരം മോല, കനിവിൻ കരം हमको बरम मोला तू है करम. कनिविन करम मोला, कनिविन करम हमको बरम मोला तू है करम.
ഹബീബിനെ പറയുമ്പോൾ പറയാനിരിക്കാൻ കഴിയാത്ത ഒരനുഭൂതിയാണ് നിറയുക എന്നുള്ളതാണ്. തസൂഫികളൊക്കെ സാധാരണ രീതിയിൽ ഹബീബിനെ സുഫിയാക്കളൊക്കെ തുറന്നു പറയാറില്ല. കാരണം അത് പറഞ്ഞു പൂർത്തീകരിക്കുമ്പോഴെല്ലാം കൽബ് പൊട്ടിപ്പോകുന്നു. അതുകൊണ്ടാണ് പല ഒട്ടുമിക്ക സൂഫി രചനകളിലും ഹബീബിനെ പേരെടുത്ത് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുകൊണ്ടാണ് അവരുടെ ധ്വനി ഞങ്ങൾ അങ്ങനെ എത്തിയിട്ടില്ല. പക്ഷെ നമ്മളൊക്കെ ഇരിക്കുന്ന സമയത്ത് ഹബീബിന്റെ വാതായനത്തിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടൊരു തിരുനോട്ടം വേണം. എങ്കിൽ മാത്രമാണ് അള്ളാഹു എന്ന് പറയുന്ന ഒരു മനോഹര ലോകത്തേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പൊ ഇനി പാടുന്നൊരു പാട്ടിന്റെ കുറച്ച് ഭാഗമുണ്ട്. ആ ഭാഗം കഴിയുന്നവർ ഏറ്റുപാടും, മനസ്സിലേറ്റുപാടിയാൽ മതി, അല്ലെങ്കിൽ തുറന്നു പാടും, തർക്കടൊന്നുമില്ല. ഹബീബ് വിളി കേൾക്കണം. ഈ മനോഹരമായിട്ടുള്ള മക്കാമുടയവരടങ്ങുന്ന ഒരുപാട് ഷഹീദീങ്ങളടങ്ങുന്ന വലിയൊരു സദസ്സ്. ഇവിടുന്ന് ഹബീബിലേക്കൊരു സഞ്ചാരമാണ്. നൂറിന്റെ നൂറിനാറ് തീർത്ഥരാജനബിയേ, നുണയാൻ കൊതിക്കും കൗസറിന്റെ ഭാഗ്യനിധിയേ. നൂറിന്റെ നൂറിനാറ് തീർത്ഥരാജനബിയേ, നുണയാൻ കൊതിക്കും കൗസറിന്റെ ഭാഗ്യനിധിയേ. നൂറിന്റെ നൂറിനാറ് തീർത്ഥരാജനബിയേ, നുണയാൻ കൊതിക്കും കൗസറിന്റെ ഭാഗ്യനിധിയേ. അപ്പച്ച കുബ്ബചാരൂഹിൻ ഹിജ്റ മദിയേ, അങ്ങിൽ വഴിക്കു വീശും വീസ്കിൽ ഞാനും പതിയേ. അന്നൂറ് മദിയേ അതിലേക്ക് കൊതിയേ, അന്നൂറ് മദിയേ അതിലേക്ക് കൊതിയേ. അങ്ങെന്റെ നബി എന്റെ നബി എന്റെ നബിയേ, അങ്ങെന്റെ നബി എന്റെ നബി എന്റെ നബിയേ. ഓ മേര നബി മേരാ നബി മേര നബിയേ, ഓ മേര നബി മേരാ നബി മേര നബിയേ. ആഹാ മേരാ നബി, ഓഹോ മേരാ നബി, ആഹാ മേരാ നബി, ഓഹോ മേരാ നബി. ഓ മേരാ നബി മേരാ നബി മേരാ നബി, ഓ മേരാ നബി മേരാ നബി മേരാ നബി. തുടക്കത്തിലേ പറഞ്ഞതാണ്, ഒരു ആസ്വാദനം മാത്രല്ല, നമ്മളെ കൂടെ നിങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് പാടണം, കൂടെ പാടണം, ആടാൻ പറ്റുന്ന ആടണം. ഹബീബിന്റെ മദ്ഹാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഉറപ്പു തരുന്നു, ഈ ദിവസം നിങ്ങൾ കഴിഞ്ഞ് നാളെ എണീക്കുന്നതിന് മുന്നേ നിങ്ങൾ പറയും എന്തോ ഒരു മാനസിക സമാധാനം. അത് മനസ്സറിഞ്ഞ് ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ പാട്ട് മദ്ഹ് നിങ്ങൾ പാടിക്കോ, കൂടെ കൂടിക്കോ. ഡെഫിനറ്റ്ലി ഐ പ്രോമിസ് യു, ഉറപ്പായിട്ടൊരു സമാധാനം നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് ഞാൻ ഉറപ്പ് തരാം. ഇൻഷാ അല്ലാഹ് ഒരുപാട് നമുക്ക് അനുഭവം ഉണ്ടായതുകൊണ്ട് പറയാണ്. ഇബ്രാഹിം ഓർക്ക് തീയിലും തണുപ്പായ വഴിയേ, ഇസ്മായിൽ രാജരിൽ ഹിക്മത്തിന്റെ ഒളിയേ. ഇബ്രാഹിം ഓർക്ക് തീയിലും തണുപ്പായ വഴിയേ, ഇസ്മായിൽ രാജരിൽ ഹിക്മത്തിന്റെ ഒളിയേ. യൂനുസ് നബിക്ക് മീനിലും രക്ഷയ്ക്ക് പതിയേ, നൂഹോർക്ക് കപ്പലാക്കി ഹക്ക് വെട്ടവും നബിയേ. അതും എന്റെ നബിയേ ആലത്തിലാദിയേ, അതും എന്റെ നബിയേ ആലത്തിലാദിയേ. ഓഹാനിധി നബി നബി അങ്ങെന്റെ കൊതിയേ, ഓഹാനിധി നബി നബി അങ്ങെന്റെ കൊതിയേ. അങ്ങാർക്കു വഴിയേ ലാമിന്റെ മധുവേ, അങ്ങാർക്കു വഴിയേ ലാമിന്റെ മധുവേ. അങ്ങെന്റെ നബി എന്റെ നബി എന്റെ നബിയേ, അങ്ങെന്റെ നബി എന്റെ നബി എന്റെ നബിയേ. ഓ മേര നബി മേരാ നബി മേര നബിയേ, ഓ മേര നബി മേരാ നബി മേര നബിയേ. ആഹാ മേരാ നബിയേ, ഓഹോ മേരാ നബിയേ, ആഹാ മേരാ നബിയേ, ഓഹോ മേരാ നബിയേ. ഓ മേര നബി മേരാ നബി മേര നബിയേ, ഓ മേര നബി മേരാ നബി മേര നബിയേ. നൂറിന്റെ നൂറിനാറ് തീർത്ഥരാജ
രാജനബിയേ ഉണയാൻ കൊതിക്കും കൗസറിന്റെ ഭാഗ്യനിധിയേ നൂറിന്റെ നൂറിനാറ് തീർത്ത രാജനബിയേ ഉണയാൻ കൊതിക്കും കൗസറിന്റെ ഭാഗ്യനിധിയേ ജിബ്രീൽ മടിഞ്ഞതേ വഴി ഭൂവാഴ്ത്ത ചൊല്ലിയേ മിഅ്റാജുൽ അക്ബർ കൊണ്ട ഏക നബിയേ ജിബ്രീൽ മടിഞ്ഞതേ വഴി ഭൂവാഴ്ത്ത ചൊല്ലിയേ മിഅ്റാജുൽ അക്ബർ കൊണ്ട നബിയേ ഉടയോന്റെ സൃഷ്ടിയിൽ അങ്ങേക്കില്ല ബദലൊളിയേ ഉദിക്കൊണ്ടതെല്ലാം അങ്ങാലന്റെ ഭൂപതി മതിയേ അങ്ങന്റെ കൊതിയേ രാമിന്റെ മധുവേ അങ്ങന്റെ കൊതിയേ രാമിന്റെ മധുവേ മേരെ നബി മേരാ നബി മേരെ നബിയേ ഓ മേരെ നബി മേരാ നബി മേരെ നബിയേ ഓ മേരെ നബി മേരാ നബി മേരെ നബിയേ ഓ മേരെ നബി മേരാ നബി മേരെ നബിയേ നൂറിന്റെ നൂറിനാറ് തീർത്ത രാജനബിയേ ഉണയാൻ കൊതിക്കും കൗസറിന്റെ ഭാഗ്യനിധിയേ നൂറിന്റെ നൂറിനാറ് തീർത്ത രാജനബിയേ ഉണയാൻ കൊതിക്കും കൗസറിന്റെ ഭാഗ്യനിധിയേ സിദ്ദീഖോരെ പാമ്പ് മുത്തിയേ ഹബീബിനോടുള്ള ഇഷ്ക് ചെയ്ത് മുറിവിലാക്കിയേ സിദ്ദീഖോരെ പാമ്പ് മുത്തിയേ ഹബീബിനോടുള്ള ഇഷ്ക് ചെയ്ത് മുറിവിലാക്കിയേ ആ നോവുമറിയാത്ത സിദ്ദീഖാകെ മാറിയേ ആ മടിയിലുള്ള പൂമുഖത്തിൽ കണ്ണുറുക്കിയേ സൗറിലെന്ന് സിദ്ദീഖോരെ പാമ്പ് മുത്തിയെ എന്ന് പറഞ്ഞിട്ടുള്ളത് പാമ്പ് കൊത്തിയതാണ് നമ്മൾ മനസ്സിലാക്കിയത് പാമ്പ് കൊത്തി സിദ്ദീഖുന്നവർക്ക് വേദനിച്ചു അപ്പൊ എന്ത് ചെയ്തു കരഞ്ഞിട്ട് കണ്ണീര് വിളിച്ചിട്ട് ഹബീബ് ഉറങ്ങണം ഹബീബ് ഉണർന്നു അങ്ങനെ വിശ്വസിക്കുന്ന മണ്ടത്തരല്ലേ ശരിക്ക് കാരണം എന്താ കുറച്ച് സമയം നമ്മൾ ഹബീബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും തെറ്റ് ചെയ്യണം നമുക്കൊരു ദുനിയാവ് മറന്നുപോയി നമുക്ക് നമ്മളെ തന്നെ മറന്നുപോയി പരിസരം മറന്നുപോയി ഈമാനുള്ളവർക്ക് ആസ്വദിച്ചോരെ കാര്യം മറന്നുപോയി കുറച്ചേരം ഹബീബിനെ പറഞ്ഞപ്പോൾ എടോ അപ്പൊ ഈമാനിന്റെ അങ്ങേയറ്റമുള്ള സിദ്ദീഖുന്നവർക്ക് എങ്ങനെയാവും പാമ്പ് കുത്തിയ വേദന ഉണ്ടായിട്ടുണ്ടാവുക അങ്ങനെ ഉണ്ടാവുണ്ടോ എന്നാ ഉണ്ടായതല്ല അത് വേദനല്ല അത് അറിഞ്ഞിട്ടില്ല സിദ്ദീഖുന്നവർ അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പാമ്പ് കുത്തിയതുമല്ല ഹബീബിനെ കാണാൻ ആഗ്രഹിച്ച സിദ്ദീഖുന്നവരുടെ വിരല് കണ്ടപ്പോൾ മുത്തിയതാണ് പല്ല് കൊണ്ട് കുത്തിയതായതാണ് മാത്രല്ല എന്റെ മടിയിൽ കിടക്കുന്നത് ആരാണ് മാണിക്കക്കല്ലാണ് എന്റെ മടി കിടക്കുന്നത് അൽഹംദുലില്ലാ അതോർത്ത് പുഞ്ചിരി അതോർത്ത് ആനന്ദ കണ്ണീര് പൊഴിച്ചതാണ് സിദ്ദീഖുന്നവർ അത് മനസ്സിലാക്കണം നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ടതല്ല മറ്റു ഗുഹകളിലെല്ലാം ശീല കീറിക്കൊണ്ടേറ്റ് മറ്റു ഗുഹകളിലെല്ലാം ശീല വെച്ച് അടച്ചുള്ള സിദ്ദീഖുന്നവര് ആ ഗുഹയിലുള്ള എത്ര ജീവികൾ ഒരു പക്ഷെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവും ഞങ്ങളെ കോലം കൊണ്ടാണല്ലോ സിദ്ദീഖുന്നവർ ഞങ്ങൾ അടച്ചത് പക്ഷെ അവർ സിദ്ദീഖുന്നവരുടെ ആ തുണിയുടെ അടവിന്റെ ആ ശീല ചുംബിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ അതിൽ മുത്താനെങ്കിലും കഴിഞ്ഞല്ലോ ആ പാമ്പിനോട് ഇഷ്ക് ഞമ്മക്കുണ്ടോ ആ പാമ്പിനോട് ഇഷ്ക് ഞമ്മക്കുണ്ടോ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് പറയുന്നത് ഗുഹസൗറിലന്ന് സിദ്ദീഖോരെ പാമ്പ് മുത്തിയേ ഹബീബിനോടുള്ള ഇഷ്ക് ചെയ്ത് മുറിവിലാക്കിയേ ഗുഹസൗറിലന്ന് സിദ്ദീഖോരെ പാമ്പ് മുത്തിയേ ഹബീബിനോടുള്ള ഇഷ്ക് ചെയ്ത് മുറിവിലാക്കിയേ നോവുമറിയാതെ സിദ്ദീഖാകെ മാറിയേ ആ മടിയിലുള്ള പൂമുഖത്തിൽ കണ്ണുരുക്കിയേ അന്നേരം വീണ തുള്ളി പ്രേമമുത്തുവെള്ളിയേ ആ ഭാഗ്യമൂത്ത് റബ്ബിലന്ന് ശുക്ർഭാഗിയേ അങ്ങെന്റെ നബി എന്റെ നബി എന്റെ നബിയേ അങ്ങെന്റെ നബി എന്റെ നബി എന്റെ നബിയേ ഓ മേരെ നബി മേരാ നബി മേരെ നബിയേ ഓ മേരെ നബി മേരാ നബി മേരെ നബിയേ ആഹാ മേരാ നബിയേ ഓഹോ മേരാ നബിയേ ആഹാ മേരാ നബിയേ ഓഹോ മേരാ നബിയേ ഓ മേരാ നബി മേരാ നബി മേരെ നബിയേ ഓ മേരാ നബി മേരാ നബി മേരെ നബിയേ നൂറിന്റെ നൂറിനാറ് തീർത്ത രാജനബിയേ ഉണയാൻ കൊതിക്കും കൗസറിന്റെ ഭാഗ്യനിധിയേ നൂറിന്റെ നൂറിനാറ് തീർത്ത രാജനബിയേ ഉണയാൻ കൊതിക്കും കൗസറിന്റെ
കഴിയാത്തുള്ള വിധിയെ അണഞ്ഞാലും എന്മനാമി ആശയാണ് കൊതിയെ ആ പൂമുഖം കാണാൻ കഴിയാത്തുള്ള വിധിയെ അണഞ്ഞാലും എന്മനാമി ആശയാണ് കൊതിയെ യോഗ്യനല്ല പതിയെ പാപിയാണ് കനിയെ യോഗ്യനല്ല പതിയെ പാപിയാണ് കനിയെ എന്നാലും 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 വന്നിടു പതിയെ 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 തോഹാനിധി നബി നബി അങ്ങന്റെ കൊതിയെ തോഹാനിധി നബി നബി അങ്ങന്റെ കൊതിയെ അങ്ങാർക്കു വഴിയേ രാമിന്റെ മധുവേ അങ്ങാർക്കു വഴിയേ രാമിന്റെ മധുവേ ഓ മേരെ നബി മേരാ നബി മേരെ നബി 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 ആഹാ മേരാ നബി ഓഹോ മേരാ നബി ആഹാ മേരാ നബി ഓഹോ മേരാ നബി ഓ മേരാ നബി മേരാ നബി മേരെ 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 നബി അടുത്തൊരു പാട്ടിന് ശേഷം നമുക്ക് കോട്ടിക്കുളത്തിനെ കുറിച്ച് പാട്ട് അത് പാടണം ഈ ഒരു പാട്ടിന് ശേഷം ഹലോ 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 പരമ്പൊരുളായി வாழ்ந்திடும் പലക ഹിറത്താനവിൽ നാദിയായി നായക പരമ്പൊരുളായി வாழ்ந்திடும் പലക ഹിറത്താനവിൽ നാദിയായി നായക പരമ്പൊരുളായി வாழ்ந்திடும் പലക ഹിറത്താനവിൽ നാദിയായി നായക കമബാബി മുകിലളമാറ്റി മന്ദാരം ദിറമഹിറകിൽ മധുദാരു നിറ സിന്ദൂരം ജ്ഞാനവേദി അരങ്ങിലകതിൻ കളിവേകി ജ്ഞാനമേകിയതായി അഹ്മദ് ഉലകതിൽ ഗുരുവായി ഖത്മുന്നൂർ ഹുദാ ഹികമായി ഇറയവൻ തന്ന സുധാ രാജാ വസീൽ റോജാ വസീൽ തേജാ റസൂൽ രാജാവേ രാജാ രാജാവേ രാജാ പരമ്പൊരുളായി வாழ்ந்திடும் പലക ഹിറത്താനവിൽ നാദിയായി നായക പരമ്പൊരുളായി வாழ்ந்திடும் പലക ഹിറത്താനവിൽ നാദിയായി നായക ജഗനിധി വിധി നേരായി നിറഞ്ഞ ലോകം സാരം ചേർന്ന് അതിയഴകിൻ വിധാനത്തിൽ മധുനുകർന്നവരാ ജഗനിധി വിധി നേരായി നേർന്ന് ലോകം സാരം ചേർന്ന് അതിയഴകിൻ വിധാനത്തിൽ മധുനുകർന്നവരാ വഴി വെളിപ്പെടല ഷാഹിദൊത്ത അനവര സോഹബവര മശഹൂര മരുഭൂമി മലർഹാരമേ മനമേറി മനം പാരമേ പരമ്പൊരുളായി പലക ഹിറത്താനമിൽ
നാദിയായി നായക പരമ്പൊരുളാൽ വാഴ്ത്തിടും പാലക ഇറത്താഴമിൽ നാദിയായി നായക കുട്ടിലതഗതി ബുദ്ധികൾ തീർന്ന് നേരിൻ ഓരം ചേർന്ന് കലിമതരും രാഗത്തിൻ ലയമധുരിതരായി കുട്ടിലതഗതി ബുദ്ധികൾ തീർന്ന് നേരിൻ ഓരം ചേർന്ന് കലിമതരും രാഗത്തിൻ ലയമധുരിതരായി വഴി വെളിപ്പെടല ഷാഹിദുത്തി അണിന്തവര സുഹബവര മശഹൂറ മരുഭൂവിൽ മലർഹാരമേ മനമേറി മണം പരന്നേ പരമ്പൊരുളാകിടും പാലക ഇറത്താഴമിൽ നാദിയായി നായക പരമ്പൊരുളായി വാഴ്ത്തിടും പാലക ഇറത്താഴമിൽ നാദിയായി നായക തമവാവിൽ മുകിലന മാറ്റി മന്ദാരം തിറമഹിറയിൽ മധുനറുനിറ സിന്ദൂരം ജ്ഞാനവേഗി അരങ്ങിലകതിന്നൊളിവേഗി ധ്യാനമേകിയതാ അഹ്മദ് ഉലകതി ഗുരുവായി ഖത്മുന്നൂർ ഹുദാ ഹികമായേദ ഇറയവൻ സുദാ രാജാവസി റോജാവസി തേജ റസൂൽ രാജാവേ രാജാ രാജാവേ പരമ്പൊരുളായി വാഴ്ത്തിടും പാലക ഇറത്താഴമിൽ നാദിയായി നായക പരമ്പൊരുളായി വാഴ്ത്തിടും പാലക ഇറത്താഴമിൽ നാദിയായി നായക ഒരുപാട് അത്ഭുതങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് രഹസ്യങ്ങളുള്ള ഒരു സ്ഥലമാണ് കോട്ടിക്കുളം. ഇവിടെ വിളിച്ചതിന് ശേഷമാണ് അതിനെക്കുറിച്ച് പഠിച്ചത്. പൊതുവെ വായനങ്ങളും പഠനങ്ങളും ഒരു ഭ്രാന്താണ്. അത് പൊതുവെ ഇതുമായി സഞ്ചരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് രഹസ്യങ്ങളുടെ അങ്ങേയറ്റം. ചരിത്രം വായിച്ച സമയത്ത് മണലുവാരി സ്വർണ്ണാക്കി കൊടുത്തു എന്നൊക്കെ ഞാൻ ചരിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട് മഹാന്മാരോട്. ഞാൻ ഒന്ന് രണ്ടാൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ നാട്ടിൽ രണ്ടാൾ ഞാൻ ചോദിച്ചു പറഞ്ഞു അത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. എന്നിരുന്നാലും ചരിത്രാന്വേഷികളും കണ്ടവരൊക്കെ ഉള്ള നാടാണ്. ഒരുപാട് മഹാന്മാർ. അല്ലാഹു തആല അവരുടെയൊക്കെ പവിത്രമാക്കപ്പെട്ട പ്രണയത്തിന്റെ നോട്ടം നമുക്ക് ഉണ്ടാവട്ടെ. നേരിട്ടൊന്നും അള്ളാഹുവിലേക്കും ഹബീബിലേക്കും എത്താൻ ആരും വിചാരിക്കണ്ട. അതുകൊണ്ടാണ് ഇതിന് സിറാത്തുൽ മുസ്തഖീം കഴിഞ്ഞിട്ട് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം പറഞ്ഞത്. ഇവിടെ മഹാന്മാരെ ഹബീബിനെ പരിചയപ്പെടുത്തിയ മഹാന്മാരുണ്ടാവും. ദീനിനെ ഓരോ കാലഘട്ടത്തിൽ ഓരോ മഹാന്മാർ അവരെ പിടിച്ച് മാത്രമേ എവിടേക്ക് എത്താൻ പറ്റുള്ളൂ. അള്ളാഹുവിലേക്കും ഹബീബിലേക്ക് എത്താൻ കഴിയും. ഹബീബിലേക്കും അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പവിത്രമാക്കപ്പെട്ട ചരിത്രമുറങ്ങുന്ന ഈ കോട്ടിക്കുളം. എത്ര പവിത്ര ചരിത്രമുറങ്ങുന്നി കോട്ടിക്കുളത്ത്, എത്ര പവിത്ര ചരിത്രമുറങ്ങുന്നി കോട്ടിക്കുളത്ത്. മശായിഖന്മാരുടെ വിലായത്തുള്ളോരുടെ ശുഹദാ മഹാരഥന്മാരുടെ മണ്ണേ ഈ കോട്ടിക്കുളത്ത്, ഈ കോട്ടിക്കുളത്ത്, ഈ കോട്ടിക്കുളത്ത്. എത്ര പവിത്ര ചരിത്രമുറങ്ങുന്നി കോട്ടിക്കുളത്ത്, എത്ര പവിത്ര ചരിത്രമുറങ്ങുന്നി കോട്ടിക്കുളത്ത്. മശായിഖന്മാരുടെ വിലായത്തുള്ളോരുടെ, മശായിഖന്മാരുടെ വിലായത്തുള്ളോരുടെ ശുഹദാ മഹാരഥന്മാരുടെ മണ്ണേ കോട്ടിക്കുളത്ത്, ഈ കോട്ടിക്കുളത്ത്, ഈ കോട്ടിക്കുളത്ത്, ഈ കോട്ടിക്കുളത്ത്. എത്ര പവിത്ര ചരിത്രമുറങ്ങുന്നി കോട്ടിക്കുളത്ത്, എത്ര പവിത്ര ചരിത്രമുറങ്ങുന്നി കോട്ടിക്കുളത്ത്. പടപൊരുതി ഷഹീദായ ധീര
പതിത്വാഹ റസൂലിന്റെ സ്വലാത്തിന്റെ ജമാൽ വടപരുതി ഷഹീദായ ധീരനിൻ തണൽ പതിത്വാഹ റസൂലിൻ സ്വലാത്തിന്റെ തണൽ നിറഞ്ഞ പോരിഷ പ്രകാശമീ നാട് അല്ലാഹുവിന്റെ അനുഗ്രഹം പൂത്ത പുൽമേട് എണ്ണി പറഞ്ഞാലും തീരാത്തുള്ളൊരു പള്ളിയിൽ കൊണ്ട് മികച്ച മണ്ണ് കൊട്ടിക്കുളത്ത് ഈ കൊട്ടിക്കുളത്ത് ഈ കൊട്ടിക്കുളത്ത് ഈ കൊട്ടിക്കുളത്ത് എത്ര പവിത്ര ചരിത്രമുറങ്ങുന്നി കൊട്ടിക്കുളത്ത് എത്ര പവിത്ര ചരിത്രമുറങ്ങുന്നി കൊട്ടിക്കുളത്ത് മശായിഖന്മാരുടെ വിലായത്തുള്ളോരുടെ മശായിഖന്മാരുടെ വിലായത്തുള്ളോരുടെ ശുഹദാ മഹാരഥന്മാരുടെ മണ്ണേ കൊട്ടിക്കുളത്ത് ഈ കൊട്ടിക്കുളത്ത് ഈ കൊട്ടിക്കുളത്ത് ഈ കൊട്ടിക്കുളത്ത് മഖാമുടയവർ തീർത്ത കറാമത്തുകൾ തങ്ങൾ വലീൻ വിലായത്തിൻ പൂവുകൾ മഖാമുടയവർ തീർത്ത കറാമത്തുകൾ തങ്ങൾ വലീൻ വിലായത്തിൻ പൂവുകൾ അറിഞ്ഞനുഭവം കൊണ്ട് നൂറ് കണ്ട് ദീനിൻ പ്രഭയെന്നും ഒടിയാതെ വിണ്ട് എണ്ണി പറഞ്ഞാലും തീരാത്തുള്ളൊരു പള്ളിയിൽ കൊണ്ട് മികച്ച മണ്ണ് കൊട്ടിക്കുളത്ത് ഈ കൊട്ടിക്കുളത്ത് ഈ കൊട്ടിക്കുളത്ത് ഈ കൊട്ടിക്കുളത്ത് എത്ര പവിത്ര ചരിത്രമുറങ്ങുന്നി കൊട്ടിക്കുളത്ത് എത്ര പവിത്ര ചരിത്രമുറങ്ങുന്നി കൊട്ടിക്കുളത്ത് മശായിഖന്മാരുടെ വിലായത്തുള്ളോരുടെ മശായിഖന്മാരുടെ വിലായത്തുള്ളോരുടെ ശുഹദാ മഹാരഥന്മാരുടെ മണ്ണ് ഈ കൊട്ടിക്കുളത്ത് ഈ കൊട്ടിക്കുളത്ത് ഈ കൊട്ടിക്കുളത്ത് ഈ കൊട്ടിക്കുളത്ത് എത്ര പവിത്ര ചരിത്രമുറങ്ങുന്നി കൊട്ടിക്കുളത്ത് എത്ര പവിത്ര ചരിത്രമുറങ്ങുന്നി കൊട്ടിക്കുളത്ത് എന്തുകൊണ്ടാണ് കോട്ടിക്കുളത്തിന് ഇത്ര പവിത്രത ഉണ്ടായത്? അത് മനസ്സിലാക്കണം, അതൊരു ഭാഗ്യമാണ്. പക്ഷെ ആ ഭാഗ്യത്തിലേക്ക് എത്തിച്ച വലിയ മഹാന്മാരുണ്ട്. ശുഹദാക്കളാവട്ടെ, തങ്ങളെന്നവരുടെ മക്കാമാവട്ടെ, മക്കാം ഉടയവരുടേതാവട്ടെ, അതുമല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മൾ അറിയുന്നവരോ അറിയാത്തവരൊക്കെ ഉണ്ടാവും. അതിനൊരു പവിത്രമായ ഒരു സഞ്ചാരമുണ്ട്. ആ സഞ്ചാരത്തിനൊരു ഗീതിയുണ്ട്, അതിനൊരു ഷർത്തുണ്ട്, അതിനൊരു ഇസ്ലാമിൻ്റെ ഒരു ചുറ്റുവട്ടൊരു ഷർത്ത്. ആ ഷർത്തുകളെല്ലാം കടന്ന അവരുടെ പവിത്രമാക്കപ്പെട്ട ഏത് മണ്ണും അങ്ങനെയാണ്, അത് അവിടേക്ക് എത്തും. അതിന്റെ കാരണം നമുക്കൊന്ന് അന്വേഷിക്കാം. അഞ്ചില്ലമർന്നിടടാ ഇസ്ലാമിന്റെ 5 കാര്യം, ആ 5 കാര്യത്തിൽ നീ അടങ്ങിക്കൂടെ അതിൽ അമർന്ന് 5 കാര്യം നീ മനസ്സിലാക്കി എന്നുള്ളതാണ് ആദ്യ പാഠം. എന്നിട്ട് അകക്കണ്ണുകൊണ്ട് തുറക്ക്, അപ്പോഴാണ് നിനക്ക് പലതും കാണാൻ കഴിയുള്ളൂ. ഈമാൻ എന്ന 6ന്റെ മനോഹരമായിട്ടുള്ള ആ കെട്ടിൽ നീ അടങ്ങിക്കൂട്, എന്നിട്ട് നീ ആടിക്കളിക്ക്, അതിന്റെ ലഹരിയിൽ അതിനിങ്ങനെ മനോഹരമായി ആനന്ദിക്കുക. എന്നിട്ട് നീ അത് നേട്, അള്ളാഹുവിനെ നേട്. അടങ്ങിയിട്ട് ആദരിച്ചാൽ ആനന്ദമുള്ള ആദരിച്ചാനന്ദം അഹദോനേ ആദരിച്ചാനന്ദം കൊള്ളടാ അഹദോനേ ആദരിച്ചാനന്ദം കൊള്ളടാ അഹദോനേ ആദരിച്ചാനന്ദം കൊള്ളടാ അഹദോനേ ആദരിച്ചാനന്ദം കൊള്ളടാ അഞ്ചില്ലമർന്നിടടാ അകം വെളിവാക്കിടടാ അഞ്ചില്ലമർന്നിടടാ അകം വെളിവാക്കിടടാ അറിയില്ലടങ്ങടാ അതിലാടടാ അത് നേടടാ അഹദോനേ ആദരിച്ചാനന്ദം കൊള്ളടാ അഹദോനേ ആദരിച്ചാനന്ദം കൊള്ളടാ അഹദോനേ ആദരിച്ചാനന്ദം കൊള്ളടാ അഹദോനേ ആദരിച്ചാനന്ദം കൊള്ളടാ
അഞ്ചിൽ അമർന്നിടടാ അകം വെളിവാക്കിടടാ അഞ്ചിൽ അമർന്നിടടാ അകം വെളിവാക്കിടടാ അറില്ലടങ്ങട അറിയാടട അത് നേടടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ കൊഞ്ചിയിടല്ല കൊഞ്ചിയിടല്ല ഇന്ന ദുനിയാവിടം കൊഞ്ചിയിടല്ല കൊഞ്ചിയിടല്ല ഇന്ന ദുനിയാവിടം കോലം മാറിടുമുൻ ഓർത്തിടുള്ളിടം കോലം മാറിടുമുൻ ഓർത്തിടുള്ളിടം കൊതിയെല്ലാം അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അഞ്ചിൽ അമർന്നിടടാ അകം വെളിവാക്കിടടാ അഞ്ചിൽ അമർന്നിടടാ അകം വെളിവാക്കിടടാ അറില്ലടങ്ങട അറിയാടട അറിതേടടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അഞ്ചിൽ അമർന്നിടടാ അകം വെളിവാക്കിടടാ അഞ്ചിൽ അമർന്നിടടാ അകം വെളിവാക്കിടടാ അറില്ലടങ്ങട അറിയാടട അറിതേടടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അലിഫ് ലാം മീം അത് മറക്കണ്ടടാ അലിഫ് ലാം മീം അത് മറക്കണ്ടടാ അതില്ലടങ്ങിയതും അറിந்து പാറിക്കടാ അതില്ലടങ്ങിയതും അറിந்து പാറിക്കടാ അറിവേഗമുറപ്പിയിൽ കൂടടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അഞ്ചിൽ അമർന്നിടടാ അകം വെളിവാക്കിടടാ അഞ്ചിൽ അമർന്നിടടാ അകം വെളിവാക്കിടടാ അറില്ലടങ്ങട അതിലാടട അത് നേടടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അഞ്ചിൽ അമർന്നിടടാ അകം വെളിവാക്കിടടാ അഞ്ചിൽ അമർന്നിടടാ അകം വെളിവാക്കിടടാ അറില്ലടങ്ങട അതിലാടട അത് നേടടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അകതോനെ ആദരിച്ചാനന്ദ കൊള്ളടാ അകതോനെ ആദരിച്ചാനന്ദം കൊള്ളടാ അഹദോൻ എന്ന വല്ലാത്ത ലഹരി നമ്മൾ എത്തുമ്പോൾ അവന്റെ സഞ്ചാരങ്ങളെല്ലാം അതിമനോഹരമാണെന്ന്. അതുകൊണ്ട് തന്നെ ആർക്കും തിരിച്ചറിയാനാവാത്ത വല്ലാത്ത വീഥികൾ അവരിലേക്ക് എത്തും. അതുകൊണ്ടാണ് ധീരതയ്ക്ക് അതിന്റെ ഭാഗമാണ്. കേട്ടുണ്ടാവും ഹംസ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാണ് സൂഫി പാട്ടുകളിൽ ഹംസ റളിയല്ലാഹു കൊണ്ടുവരുന്നത് വെച്ചാല് അദ്ദേഹം ഹയാത്ത് കാലത്ത് ഈമാൻ സൂഫിയാക്കളെ പോലെയാണ്. പക്ഷെ അദ്ദേഹം ധീരതയുടെ അങ്ങേയറ്റമാണ്. വല്ലാത്ത ലോകമാണ്. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തംബിയസ്വദിൽ മാറടാ വല്ലനബി മഹമൂദർ ഹൗലിന് വെള്ളം കുടിക്കുന്നു നാരടാ പറഞ്ഞപ്പോ കുറച്ച് ആൾക്കാർ ഉറക്കൊക്കെ പോയി. അതാണ് സത്യത്തിന് പവർ. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തംബിയസ്വദിൽ മാറടാ വല്ലനബി മഹമൂദർ ഹൗലിന് വെള്ളം കുടിക്കുന്നു നാരടാ
അംബർ ഷഫീഉള്ള കാവൽ വെച്ചുള്ള സംബരമിൽ വന്ന് കേരടാ ഖൈറുൽ വറാ നബിയാർ കുലത്തിന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ വമ്പുറ്റ ഹംസ റളിയല്ലാഹ് ചാടി തമ്പിയ സേവദിൽ വാരടാ വല്ലല്ലി മഹമൂദ് ഹൗദിന്റെ വെള്ളം കുടിക്കുന്നോരാരടാ അംബർ ഷഫീഉള്ള കാവൽ വെച്ചുള്ള സംബരമിൽ വന്ന് ചേരടാ ഖൈറുൽ വറാ നബിയാർ കുലത്തിന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ പന്ത് വിലക്കോട് വെള്ളം കൂടിച്ചാട്ട് തുമ്പിക്ക് മാമാദം പൊട്ടിയുള്ളമണ്ട് കൂറിയ വാക്കിനെ കേട്ട് വെളിപ്പെട്ട് സംസരിക സരിക പമകരി റിം കരി മകരിക താകും താക റിം 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 കിം കിം കിണ ചൊമ്പും കുളിയങ്കറുകളും താളം തരികീണ കരുമത്താത്തിമി താണി കൊണ്ടാനേ അംബുറ്റ ഹംസ റളിയല്ലാഹ് ചാടി തമ്പിയ സേവദിൽ വാരടാ നബി മഹമൂദ് ഹൗദിനെ വെള്ളം കുടിക്കുന്നോരാരടാ വിളിയും അസവത് തരിട്ട് തരി ഇണവാഴുണ്ട് കണ്ടോ മഹാബിലെ താൻ കുതിക്കും ഞാൻ പിണ്ടിക്കുള്ളത്തോടടുക്കുന്നേ എത്തി സുവർഗത്തിൽ സന്തോഷം കൊള്ളുന്നേ എൻ തലവേദുള്ള വാറിട്ട് തട്ടുന്നേ മട്ടം പല പല വിദ്യകൾ കാട്ടുന്നേ മാനിതരം ഒറ്റ വള്ളാല വെട്ടുന്നേ സംസരിക സരിക പമകരി റിം ഗരി മകരിക താകും താക റിം 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 കിം കിം കിണ ചൊമ്പും കുളിയങ്കറുകളും താളം തരി കിണ കരുമത്താത്തിമി താണി കൊണ്ടാനേ അംബുറ്റ ഹംസ റളിയല്ലാഹ് ചാടി തമ്പിയ സേവദിൽ വാരടാ നബി മഹമൂദ് ഹൗദിനെ വെള്ളം കുടിക്കുന്നോരാരടാ അംബർ ഷഫീഉള്ള കാവൽ വെച്ചുള്ള സംബരമിൽ വന്ന് ചേരടാ ഖൈറുൽ വറാ നബിയാർ കുലത്തിന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ അംബുറ്റ ഹംസ റളിയല്ലാഹ് ചാടി തമ്പിയ സേവദിൽ വാരടാ നബി മഹമൂദ് ഹൗദിനെ വെള്ളം കുടിക്കുന്നോരാരടാ റോസാവേകിന്ന രസമലർ കസ്തൂരി മണമാകവേ റോസാവേകിന്ന രസമലർ കസ്തൂരി മണമാകവേ മുക്താരയാരം മുഷ്താഖിൻ പാലോ മുക്താരയാരം മുഷ്താഖിൻ പാലോ കൽമൊയ്സെ ചുമച്ചോടേ റോസാവേകിന്ന രസമലർ കസ്തൂരി മണമാകവേ റോസാവേകിന്ന രസമലർ കസ്തൂരി മണമാകവേ അംബുറ്റ ഹംസ റളിയല്ലാഹ് ചാടി തമ്പിയ സേവദിൽ വാരടാ നബി മഹമൂദ് ഹൗദിനെ വെള്ളം കുടിക്കുന്നോരാരടാ ചാടി തമ്പിയ സേവദിൽ വാരടാ നബി മഹമൂദ് ഹൗദിനെ വെള്ളം കുടിക്കുന്നോരാരടാ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തേൻ മാലരേ ത്വാഹ മന്നാനായ നിലാവേ മലരായി വീടർന്ന സിറാജേ മദ്ഹോദി പാടാമസലാ മദദേകി കനിയൂ തിരുസലാ കനിവിൻ കനിയെ സ്വല്ലല്ലാഹ് കരുണക്കടലാം നബിയുല്ലാഹ് അഹദിൻ ഹിദിയെ ഖൈറുല്ലാഹ്
അഖിലം സബബം തിരുമുല്ല മക്കത്തെ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തെ മലരേ വന്നാരായ ചനിലാവേ മലരായി വിടർന്ന സിറാജേ മദ്ഹോദി പാടാമസ്സലാം മദദേനി കനിയൂരി സലാം കനിവിൻ കനിയെ സ്വല്ലല്ലാഹ് കരുണക്കടലം നബിയുള്ള അഹദിനെതിരെ ഖൈറുള്ള അഖിലം സബബം തിരുമുല്ല മക്കത്തെ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തെ മലരേ മന്നാനായ ചനിലാവേ മലരായി വിടർന്ന സിറാജേ മദ്ഹോദി പാടാമസ്സലാം മദദേനി കനിയൂരി സലാം ആകാശ തമ്പിളിയെന്ന സുദിനം പുഞ്ചിരി തൂകിലേ ആഹ്ലാദത്താലേ സ്വർഗമിൽ ഹൂറികൾ മദ്ഹൊലി പാടിലേ ആകാശ തമ്പിളിയെന്ന സുദിനം പുഞ്ചിരി തൂകിലേ ആഹ്ലാദത്താലേ സ്വർഗമിൽ ഹൂറികൾ മദ്ഹൊലി പാടിലേ അംലാക്കുകളെല്ലാം മുത്തി മർഹബ പാടി നിറഞ്ഞില്ലേ അംലാക്കുകളെല്ലാം മുത്തി മർഹബ പാടി നിറഞ്ഞില്ലേ അഴകാർന്നൊരു മുത്തിൽ അമ്പിയ ലോകം അജബായി തീർന്നില്ലേ അൻത ഹബീബി യാ സനദി അൻത ഹബീബി യാ മദദി അൻത ഹബീബി യാ സനദി അൻത ഹബീബി യാ മദദി ഖുദ് ബി ഐദി യാ സനദി ഖുദ് ബി ഐദി യാ മദദി മക്കത്തെ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തെ മലരേ മന്നാനായ ചനിലാവേ മലരായി വിടർന്ന സിറാജേ മദ്ഹോദി പാടാമസ്സലാം മദദേനി കനിയൂരി സലാം സത്യത്തിൻ തിങ്കളുദിച്ച നാളിൽ അത്ഭുതമേറിയിലേ നിത്യം ആ ശോഭയിൽ ലോകം നന്മയിലേറി നടന്നില്ലേ സത്യത്തിൻ തിങ്കളുദിച്ച നാളിൽ അത്ഭുതമേറിയിലേ നിത്യം ആ ശോഭയിൽ ലോകം നന്മയിലേറി നടന്നില്ലേ ഹൃത്തിൽ ഈമാനിൻ മധുരം ഊട്ടി ഉറപ്പിച്ചൊളിവല്ലേ ഹൃത്തിൽ ഈമാനിൻ മധുരം ഊട്ടി ഉറപ്പിച്ചൊളിവല്ലേ ഉത്തമരം തിങ്കൾ സുന്ദരദീനിൻ പൊലിമ നിറച്ചില്ലേ അൻത ഹബീബി യാ സനദി അൻത ഹബീബി യാ മദദി അൻത ഹബീബി യാ സനദി അൻത ഹബീബി യാ മദദി ഖുദ് ബി ഐദി യാ സനദി ഖുദ് ബി ഐദി യാ മദദി മക്കത്തെ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തെ മലരേ മന്നാനായ ചനിലാവേ മലരായി വിടർന്ന സിറാജേ മദ്ഹോദി പാടാമസ്സലാം മദദേനി കനിയൂരി സലാം കനിവിൻ കനിയെ സ്വല്ലല്ലാഹ് കരുണക്കടലം നബിയുള്ള അഹദിനെതിരെ ഖൈറുള്ള അഖിലം സബബം തിരുമുല്ല മക്കത്തെ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തെ മലരേ മന്നാനായ ചനിലാവേ മലരായി വിടർന്ന സിറാജേ മദ്ഹോദി പാടാമസ്സലാം മദദേനി കനിയൂരി സലാം എന്ന് പറയുന്ന ചിന്ത വല്ലാതെ അതിര് കടന്നപ്പോൾ KV വോക്കൽ മാസ്റ്റർ പൊന്നാനി എന്ന് പറയുന്ന ഞങ്ങൾ നടത്തി കുറച്ച് പോയാൽ മതി പൊന്നാനിയിലുള്ള വലിയൊരു മഹാൻ ആ മഹാന് നാട് വിട്ടു അദ്ദേഹം നാട് വിട്ടപ്പോൾ ഉമ്മയെ നിങ്ങളുടെ മകനക്ക് ഭ്രാന്തായി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്നത് കേട്ടപ്പോൾ അങ്ങനെ പരിഹസിക്കുന്ന അദ്ദേഹം സ്വപ്നം കണ്ടു അങ്ങനെ ഉമ്മാക്ക് കത്തെഴുതാം KV വോക്കൽ മാസ്റ്റർ പൊന്നാനി ആ കത്തിലെ അദ്ദേഹം പറയുന്നുണ്ട് പലരും നമ്മളെ മക്കാറാക്കുന്ന പറയും ഞാൻ ഈ ഹക്ക് പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു എന്ന് പറയുന്ന പാട്ട് ആ കത്താണ്. ആ പാട്ട് പാടുന്ന മുന്നേ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കണം നല്ലതാണ്. കാരണം അദ്ദേഹത്തെയൊക്കെ പരിചയപ്പെടുത്തിയ പല ഗായകന്മാരും പലരും പരിചയപ്പെടുത്തേണ്ട രീതിയിലല്ല പരിചയപ്പെടുത്തുന്നത്.
കുറ്റപ്പെടുത്തി പറയല്ല, അതിൻ്റെ ഒരു സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഇബാദത്തായി കൊണ്ടുനടക്കുന്ന ആൾ നിനക്ക് ഉത്തരവാദിത്തമാണല്ലോ. കെ വി അബ്ദുൽ മാഷ് പൊന്നാനി അദ്ദേഹം മദ്യപാനിയായിരുന്നു, കള്ളു കുടിച്ച് നടക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു നടന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പൊന്നാനി ഒരു കള്ളു ഷാപ്പിന്റെ അടുത്ത് ഇങ്ങനെ കള്ളു വാങ്ങാൻ വേണ്ടി വരി നിൽക്കുന്ന ആൾക്കാർ പിടിച്ചടിച്ചു. അദ്ദേഹത്തിനെ പിന്തുടർന്ന് കയ്യിൽ നിന്ന് കുപ്പി വാങ്ങി പൊട്ടിച്ചപ്പോൾ കുപ്പിയിൽ പാലായിരുന്നു. ചരിത്രമാണ്, കണ്ട ആളുകൾ ഹയത്തിൽപ്പോഴുണ്ട്. പൊന്നാനി വലിയ ദൂരമൊന്നുമില്ല. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മാപ്പ് പറഞ്ഞു പോയിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാപ്പ് പറയണ്ട, എൻ്റെ കുപ്പിയിൽ കള്ളന്നെയായിരുന്നു. അതായത് ജനങ്ങളെ മുന്നിൽ മോശക്കാരൻ എന്ന് അറിയാനാണ് അവർ ആഗ്രഹിച്ചത്. കാരണം അനാന്യത്തുണ്ടാവോ എന്ന് ഭയം കൊണ്ട് നന്നാവാൻ ആഗ്രഹിച്ചില്ല. ജനങ്ങളെ മുന്നിൽ നന്നാവാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിനിങ്ങനെ പറയാം. അപ്പൊ അതിന്റെ ആവശ്യമില്ല, ഇസ്സത്ത് ഉണ്ടല്ലോ എന്ന് പറയും ചിലവര്. ഇസ്സത്ത് ഇഷ്കിന്റെ മേലല്ല, താഴെയാണ്. കാരണം നമുക്കൊരു പെണ്ണിനോട് അല്ലെങ്കിൽ ഒരാൾ വല്ലാത്തൊരു പ്രണയം തോന്നി, ഒരു സ്വകാര്യ സല്ലാപം നടത്തുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ കണ്ടാൽ എന്താ പറയാ, ഇക്കോളോട് ബന്ധമൊന്നുമില്ല, ഞാൻ ഓളെ അറിയൂല, എനിക്ക് പരിചയമൊന്നും, ഞങ്ങൾ വർത്താനം പറഞ്ഞൊന്നുമില്ല, അങ്ങ് തോന്നിയാണെന്നറിയും. ഇതേപോലെ ഞാനും അള്ളാഹും തമ്മിൽ ഇഷ്ടമില്ല എന്നാണ് അവർ വരുത്തി തീർക്കുക. അതുകൊണ്ടാണ് ഞാൻ കള്ളുടിയെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നത്. അതെന്തിനാണ്? ബന്ധം നിലനിൽക്കാനാ. അതുകൊണ്ടാണ് പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒളിമറ ഉണ്ടാകണം. പക്ഷെ ഇതേ ഒളിമറ നമ്മൾ ദുനിയാവിൽ മറ്റു വിഷയത്തിൽ ചെലവഴിക്കുമ്പോൾ അള്ളാഹിന്റെ ആരിഫ്യങ്ങൾ ചെയ്തത് എന്താണ്? അള്ളാഹുമായിട്ട് ബന്ധം മുറിഞ്ഞു പോവുക, അവരെന്നെ ബഹുമാനിക്കുമ്പോൾ മുറിഞ്ഞു പോകുന്ന ഭയം കൊണ്ട് അവർ സ്വയം മോശക്കാരെന്ന് ചിത്രീകരിച്ചു. അതാണ് കെ വി അബ്ദുൽ മാഷ് പൊന്നാനി. അദ്ദേഹം ഉമ്മയോട് പറയണേ, ഇന്നെ ബിരാന്താക്കാൻ ആൾക്കാർ കുറെ ഉണ്ടാവും ഉമ്മ, പക്ഷെ ഞാൻ പറച്ചിൽ തുടങ്ങിയാൽ കുറെ പറയും. അതാണ് പറയുന്നത്, പട്ടാ പകൽ ചൂട്ടും മിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ 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 ചൂട്ടും മിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല, മനുഷ്യനെ കണ്ടില്ല. പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്, പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്, പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്, പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. പവിയ പുറ്റുകളെന്നു നിരീച്ചത് പാമ്പിൻ പുറ്റുകളാണ്, പവിയ പുറ്റുകളെന്നു നിരീച്ചത് പാമ്പിൻ പുറ്റുകളാണ്, പനനീർ ചോലകളെന്നു നിരീച്ചത് കണ്ണീർ ചാലുകളാണ്. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല, മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. വിട്ടിപ്പാട്ടും പാടി നടക്കണ് പട്ടിണി തെൻകോലങ്ങൾ, വിട്ടിപ്പാട്ടും പാടി നടക്കണ് പട്ടിണി തെൻകോലങ്ങൾ, പട്ടണ വീതിയിലൂടെ ഓട്ടോക്കാറുകൾ പാടും നേരം, പട്ടണ വീതിയിലൂടെ ഓട്ടോക്കാറുകൾ പാടും നേരം, വിട്ടിപ്പാട്ടും പാടി നടക്കണ് പട്ടിണി തെൻകോലങ്ങൾ, കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ, കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ, കയ്യിൽ കിതാബേന്തി നടക്കണ കഴുകന്മാരുണ്ടിവിടെ. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല, മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്, പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്, പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാൻ
പകൽ ചൂട്ടും മിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല. ഈ മനുഷ്യനെ കാണാത്ത ലഹരിക്ക് എത്തണമെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന ലഹരി ഒരു കഞ്ചാവ് പാട്ടുണ്ട്. കഞ്ചാവ് അടിക്കാം. കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഭൗതികതയുടെ കഞ്ചാവായിട്ട് കണക്ക് കൂട്ടണ്ട. പക്ഷെ ഇവിടെ പറയുന്നത് കഞ്ചാവ് എന്ന് പറയുന്നതിന്റെ ലഹരി സുഖം അറിഞ്ഞെങ്കിൽ, കള്ളിന്റെ ലഹരിയുടെ സുഖം അറിഞ്ഞെങ്കിൽ, മറ്റെല്ലാറ്റിനെയും സുഖം നീ അറിഞ്ഞെങ്കിൽ അതിനെ വെല്ലുന്നൊരു സുഖമുണ്ട്. ആ സുഖം എന്ന് പറയുന്നത് ഹൂ ആണ്. ആ ഹൂവിനെ നീ കഞ്ചാവിനേക്കാൾ മുഖ്യമായി നീ അടിച്ചു കഴിഞ്ഞാൽ അതിന് എത്രയോ വലുതാണ് എന്നാണ് ഈ പറയുന്നത്. പുകക്കാൻ കഴിയുമെങ്കിൽ എന്തിനാടോ കഞ്ചാവ്, രുചിരസിക്കാമെങ്കിൽ എന്തിനാടോ ഈ മാവ്. പുകക്കാൻ കഴിയുമെങ്കിൽ എന്തിനാടോ കഞ്ചാവ്, രുചിരസിക്കാമെങ്കിൽ എന്തിനാടാ ഈ മാവ്. തള്ളും പുകച്ച് തള്ളും ലഹരി കൊല്ലും തരുന്നതോ നാശം, പകരം ഇതൊന്ന് നോക്കൂ വിജയം അഹദിൽ വിരിയും ആശ്വാസം, അഹദിൽ വിരിയും ആശ്വാസം. പുകക്കാൻ കഴിയുമെങ്കിൽ എന്തിനാടോ കഞ്ചാവ്, രുചിരസിക്കാമെങ്കിൽ എന്തിനാടോ ഈ മാവ്. പുകക്കാൻ കഴിയുമെങ്കിൽ എന്തിനാടോ കഞ്ചാവ്, രുചിരസിക്കാമെങ്കിൽ എന്തിനാടോ ഈ മാവ്. ദുഃഖം കൊണ്ട് ശ്വാസം മുട്ടും നേരം മൂക്ക് പൊത്തണ്ട, താൽക്കാലികം ബോധം കെടാനും ലക്കും ലഗാനും കൊല്ലണ്ട. ദുഃഖം കൊണ്ട് ശ്വാസം മുട്ടും നേരം മൂക്ക് പൊത്തണ്ട, താൽക്കാലികം ബോധം കെടാനും ലക്കും ലഗാനും കൊല്ലണ്ട. റഹ്മാന്റെ മുന്നിൽ നീ ചെന്നോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, റാഹത്ത് ഗന്ധം കേറ്റിക്കോ ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ മൗജൂദ ഇല്ലല്ലാഹ്. അതുമതി ഇതിനെ നിവാറ്റിക്കോ, ഊറ്റി കുടിച്ചതിലേടിക്കോ. പുകക്കാൻ കഴിയുമെങ്കിൽ എന്തിനാടോ കഞ്ചാവ്, രുചിരസിക്കാമെങ്കിൽ എന്തിനാടോ ഈ മാവ്. പുകക്കാൻ കഴിയുമെങ്കിൽ എന്തിനാടോ കഞ്ചാവ്, രുചിരസിക്കാമെങ്കിൽ എന്തിനാടോ ഈ മാവ്. സ്നേഹം കൊണ്ട് പൊതിയും നുണ്ട് നാഥൻ നീ മറക്കണ്ട, ആ നോട്ടത്തിൻ കൺകേട്ടിടാം എന്നോർത്തിട്ടൊളിക്കണ്ട. സ്നേഹം കൊണ്ട് പൊതിയും നുണ്ട് നാഥൻ നീ മറക്കണ്ട, ആ നോട്ടത്തിൻ കൺകേട്ടിടാം എന്നോർത്തിട്ടൊളിക്കണ്ട. വെറും കയ്യനായി കെഞ്ചിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, വെളിച്ചം നദിക്കോർമ്മിച്ചോ ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ മൗജൂദ ഇല്ലല്ലാഹ്. പുകക്കാൻ കഴിയുമെങ്കിൽ എന്തിനാടോ കഞ്ചാവ്, രുചിരസിക്കാമെങ്കിൽ എന്തിനാടോ ഈ മാവ്. പുകക്കാൻ കഴിയുമെങ്കിൽ എന്തിനാടോ കഞ്ചാവ്, രുചിക്കാൻ കഴിക്കാമെങ്കിൽ എന്തിനാടോ ഈ മാവ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ
ഒരു പാട്ടോടുന്ന് നിസ്കാരമുണ്ട് നോമ്പുണ്ട് എന്നുള്ളൊരു പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു പാട്ടിന് കഴിഞ്ഞതിന് ശേഷം അത് പാടാം. എന്നിട്ടൊരു പാട്ടും കൂടി പാടി നമുക്ക് ഹബീബിൻ്റെ ഒരു അങ്ങോട്ട് വിളിക്കുന്നൊരു വീഡിയോ നമുക്ക് എണീറ്റുന്നൊരു പാട്ടുണ്ട് ലാസ്റ്റ്, അത് പാടിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് സദസ്സ് സന്തോഷത്തോടുകൂടി പിരിയണം. മലരാം കുലം നീർത്തി നദി പോ മരുഭൂഹയാത്താക്കും ത്വാഹ റസൂൽ. മലരാം കുലം നീർത്തി നദി പോ മരുഭൂഹയാത്താക്കും ത്വാഹ റസൂൽ. മലരാം കുലം നീർത്തി നദി പോ മരുഭൂഹയാത്താക്കും ത്വാഹ റസൂൽ. കുർശുദ് സഹുദാ കലംബിൽ പരിചബദാ ബലംറുഹുൽ ഖുദ്സ് അതിലർശാകം തലബലമടകമിദാ മഹിഷറ സാക്ഷി ഗുരു നബിയേ തിരുവഴിയേ അനുഗമിക്കാം തിരുഗുരു പുകമൊഴിയുടെ സരണികളിൽ ഹൃദയം സമർപ്പിക്കാം. ഇരുജഗമകിലും ഞാനേദിക്കാം, ഇരുജഗമകിലും ഞാനേദിക്കാം. സുഖഭോഗമതും നരകാകുലവും മറന്നു കൊണ്ടതിൽ ലയിക്കാം. മലരാം കുലം നീർത്തി നദി പോൽ മരുഭൂഹയാത്താക്കും ത്വാഹ റസൂൽ. മലരാം കുലം നീർത്തി നദി പോൽ മരുഭൂഹയാത്താക്കും ത്വാഹ റസൂൽ. ജലം ഹൗലിനദി പതി വേദാംബർ ഹബീബുല്ലാഹ്. ജാലം ജിന്നിൻസിനാകെ നേരങ്ങൾ മൊഴിഞ്ഞുള്ള നല്ല ജയമരുളിടുന്ന ഒരു ഗുരുപരം പൊരുളറിവിത്ത നബി മുല്ല മലരിത രാജനില നൂറുനല രാജനില നൂറുനല. കരം തന്നിട്ട് ഒരു വരം ഒരു നല്ല ഭാരം പൊരുള കാമിൽ റസൂൽ വരവാ കാമൽ നമുക്കുണവാ കാമിൽ റസൂൽ വരവാ കാമൽ നമുക്കുണവാ. ഉണരുന്നൊരുൾ പൂവ് അബുൽ ഖാസിം ഇബ്നു ഹബീബില്ല. ഉണരുന്നൊരുൾ പൂവ് അബുൽ ഖാസിം ഇബ്നു ഹബീബില്ല. വരിഞ്ഞ പുകളോദം സല്ലല്ലാഹു അലൈഹി സലാം. കൽബറിഞ്ഞ പുകളോദം സല്ലല്ലാഹു അലൈഹി സലാം. മലരാം കുലം നീർത്തി നദി പോൽ മരുഭൂഹയാത്താക്കും ത്വാഹ റസൂൽ. മലരാം കുലം നീർത്തി നദി പോൽ മരുഭൂഹയാത്താക്കും ത്വാഹ റസൂൽ. സ്ഥലം കാലമന്യേ വാഴും അധികാരിയാം നാഥന്റെ നാമം കൊണ്ടലങ്കൃത കരയും പിന്നെ കടലിന്റെ നല്ല ജയമരുളിടുന്നൊരു ഗുരുപരം പൊരുളറിവിത്ത നബി മുല്ല മലരിത രാജനില നൂറുനല രാജനില നൂറുനല. കരം തന്നിട്ട് ഒരു വരം വരും നല്ല പരം പൊരുള കാമിൽ റസൂൽ വരവാ കാമിൽ നമുക്കുളവാ കാമിൽ റസൂൽ വരവാ കാമിൽ നമുക്കുളവാ. ഉണരുന്നൊരുൾ പൂവ് അബുൽ ഖാസിം ഇബ്നു ഹബീബില്ല. ഉണരുന്നൊരുൾ പൂവ് അബുൽ ഖാസിം ഇബ്നു ഹബീബില്ല. കൽബറിഞ്ഞു പുകളോദം സല്ലല്ലാഹു അലൈഹി സലാം. കൽബറിഞ്ഞു പുകളോദം സല്ലല്ലാഹു അലൈഹി സലാം. മലരാം കുലം നീർത്തി
നദി പോ മരുഭൂഹയാതാക്കും മലരാം കുലം നീർത്തി നദി പോ മരുഭൂഹയാതാക്കും കുറശുദിത്ത ഖുദാ കലം ലോഹിൽ ബാരി തബദാ പലം റൂഹുൽ ഖുദ്സിൽ ഹർഷാംഗം കലബല മടങ്ങമിത മഹിഷറ സാക്ഷി ഗുരു നബിയേ തിരുവഴിയേ അനുഗമിക്കാം തിരുഗുരുപ്പുകൾ മൊഴിയുടെ സരണികളിൽ ഹൃദയം സമർപ്പിക്കാം ഇരുജഗമഖിലം ജ്ഞാനേദിക്കാം ഇരുജഗമഖിലം ജ്ഞാനേദിക്കാം സുഖഭോഗമതും നിറകാകുലവും മറന്നു കൊണ്ടതില്ലായിക്കാം മലരാം കുലം നീർത്തി നദി പോ മരുഭൂഹയാതാക്കും മലരാം കുലം നീർത്തി നദി പോ മരുഭൂഹയാതാക്കും ഇനിയൊരു ഓപ്പറേഷനാണ്. അള്ളാഹുവിനെ അറിയാനുള്ള ജമാലിയത്തിൻ്റെ വഴികൾ പറഞ്ഞു, ഹബീബിൻ്റെ വാതിലിന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ടും ഇനി നമ്മൾ സ്വയം ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കി. നിസ്കരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഉള്ളിൽ അള്ളാഹു എന്ന് പറയുന്ന ഖൗല് എന്ന് പറഞ്ഞു പോയിട്ട് അതിന് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്ന വരില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റുകൾക്കൊരു പരിധിയില്ല. പടപ്പിനെ ചതിക്കുക, പടപ്പുകളെ ചതിക്കുക. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധത്തിന് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. എല്ലായിടത്തും അങ്ങനെ തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ട് വിശ്വാസമില്ല, സ്നേഹമില്ല, ബന്ധങ്ങൾക്ക് പ്രാധാന്യമില്ല, അൽബെല്ലാം കേടുവന്നു. നമ്മളൊക്കെ കണക്കൂട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും സ്വർഗത്തിൽ ഫസ്റ്റ് സഫിലൊക്കെ നമ്മൾ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം നമ്മൾ ഈമാൻ എന്ന് പറയുന്ന ആ ഒരു വെള്ളി നിലാവത്ത് ഇരിക്കാൻ എന്ന് പോയിട്ട് ദൂരത്ത് നിന്ന് അതിനെ കാണാൻ വരെ യോഗ്യരാണോ എന്ന് സ്വയം പരിശോധിക്കുക. ഞാനടക്കം എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഖൽബിൽ റബ്ബ് എന്ന് പറയുന്ന ഖൗലില്ലാത്തോടത്തോളം കാലം നമ്മൾ അതിനെ മനസ്സിലാക്കൽ അത്യുത്തമമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുമുണ്ട് ഉള്ളിൽ, അല്ലയില്ല ഉള്ളിൽ അല്ലയില്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുമുണ്ട് ഉള്ളിൽ, അല്ലയില്ല ഉള്ളിൽ അല്ലയില്ല. അല്ല എന്ന ചിന്ത തെല്ലുമില്ല നിന്നിൽ, അല്ല എന്ന ഖൗല് ചേർന്നതല്ല ഉള്ളിൽ, അല്ലയില്ല ഉള്ളിൽ അല്ലയില്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുമുണ്ട് ഉള്ളിൽ, അല്ലയില്ല ഉള്ളിൽ അല്ലയില്ല. അല്ല എന്ന ചിന്ത തെല്ലുമില്ല നിന്നിൽ, അല്ല എന്ന ഖൗല് ചേർന്നതല്ല ഉള്ളിൽ, അല്ലയില്ല ഉള്ളിൽ അല്ലയില്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുമുണ്ട് ഉള്ളിൽ, അല്ലയില്ല ഉള്ളിൽ അല്ലയില്ല. കുത്തിക്കറുപ്പിച്ചുള്ള നിസ്കാര താഴമ്പുണ്ട്, നീ വലിയവൻ എന്ന ചിന്തയുണ്ട്. കുത്തിക്കറുപ്പിച്ചുള്ള നിസ്കാര താഴമ്പുണ്ട്, നീ വലിയവൻ എന്ന ചിന്തയുണ്ട്. കൂടെ കൂടെ നിന്നാവിൽ റബ്ബിന്റെ ദിക്റുമുണ്ട്, നിന്റെ ഉള്ളിൽ നീ വളർത്തും കിബ്റിന്റെ കുഞ്ഞുണ്ട്. ഹസദിൽ അലിനു നടന്നാൽ ജസദിൽ മിസ്കിൻ വേണമെന്താ, ഹസദിൽ അലിനു നടന്നാൽ ജസദിൽ മിസ്കിൻ വേണമെന്താ. ആളുകൾ നിന്നെ വാഴ്ത്തി പാടാനാണ് നിന്റെ
നിന്റെയോട്ടം അല്ലയില്ല ഉള്ളിൽ അല്ലയില്ല അല്ലയെന്ന ചിന്ത തെല്ലുമില്ല നിന്നിൽ അല്ലയെന്ന കൗല് ചേർന്നതല്ല ഉള്ളിൽ അല്ലയില്ല ഉള്ളിൽ അല്ലയില്ല നിസ്കാരമുണ്ട് നോമ്പുണ്ട് ഹജ്ജുമുണ്ട് ഉള്ളിൽ അല്ലയില്ല ഉള്ളിൽ അല്ലയില്ല കിട്ടിയ കയ്യിൽ നോട്ടും കെട്ടും നീ വെച്ചിട്ടുണ്ട് നിന്റെ ആ മുതലെന്നോർത്ത് പൊലിമ നടിച്ചിട്ടുണ്ട് നീട്ടിയ കയ്യിൽ നോട്ടിൻ കെട്ടും നീ വെച്ചിട്ടുണ്ട് നിന്റെ ആ മുതലെന്നോർത്ത് പൊലിമ നടിച്ചിട്ടുണ്ട് നീക്കി നീക്കി നീ മുത്തുകൾ കയ്യിലൊരു മാലയുണ്ട് നീ നിസാരനെന്ന ചിന്ത മറന്നിട്ടുണ്ട് മുന്നിലെ സൊഫിൽ നിന്നാൽ മുത്തഖിയാവുമതെന്ന മുന്നിലെ സൊഫിൽ നിന്നാൽ മുത്തഖിയാവുമതെന്ന ചിന്തയെ കടുകാൻ നോക്ക് അല്ലാതില്ല തെല്ലും നേട്ടം അല്ലയില്ല ഉള്ളിൽ അല്ലയില്ല അല്ല എന്ന ചിന്ത തെല്ലുമില്ല നിന്നിൽ അല്ല എന്ന കൗല് ചേർന്നതല്ല ഉള്ളിൽ അല്ലയില്ല ഉള്ളിൽ അല്ലയില്ല നിസ്കാരമുണ്ട് നോമ്പുണ്ട് ഹജ്ജുമുണ്ട് ഉള്ളിൽ അല്ലയില്ല ഉള്ളിൽ അല്ലയില്ല അല്ല എന്ന ചിന്ത തെല്ലുമില്ല നിന്നിൽ അല്ല എന്ന കൗല് ചേർന്നതല്ല ഉള്ളിൽ അല്ലയില്ല ഉള്ളിൽ അല്ലയില്ല ഉള്ളിൽ അല്ലയില്ല ഉള്ളിൽ അല്ലയില്ല അവസാനിപ്പിക്കാൻ ഹബീബിന്റെ ഒരു മദ്ഹ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാടിയിട്ട് സന്തോഷത്തോടെ റാഹത്തോടെ പിരിയണം. ഇൻഷാ അല്ലാഹ് റജബ് മാസമാണ്, നമ്മളെല്ലാവരും ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. റമളാനിലേക്ക് എത്തിക്കാൻ. അപ്പോൾ ഈ റജബ് മാസത്തിലാണ് മിഅ്റാജിന്റെ രാവ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം നിരീശ്വരവാദം വളരെയധികം കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ യുവാക്കളെയും യുവതികളെയും അതേപോലെ തന്നെ മധ്യവയസ്ക പഠനങ്ങളൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ യുവാക്കളും യുവതികളും അതേപോലെ തന്നെ മധ്യവയസ്കരുമാണ് നിരീശ്വരവാദത്തിലേക്ക് പോകുന്നത്. അപ്പോൾ മധ്യവയസ്കര വിഷയം നാം മനസ്സിലാക്കുന്നത് നിസ്കാരങ്ങളൊക്കെ നമ്മൾ ഇത്രയും നേരം പാടിയതൊക്കെ സ്വർഗത്തിന് വേണ്ടിയിട്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു കുട്ടി പാട്ട് മത്സരത്തിൽ പാടിക്കഴിഞ്ഞാൽ നമ്മൾ സമ്മാനം കൊടുക്കും. അതേപോലെ അള്ള പറഞ്ഞതുപോലെ നടന്നതിന് അള്ള തരുന്ന സമ്മാനമായിട്ട് പോസിറ്റീവായി എടുക്കണം. നമ്മളും ഈ മുഅ്മിനീങ്ങളായതുകൊണ്ട് പറയാണ്, ഉള്ളിലേക്ക് ഇറങ്ങി പറയാണ്, അർത്ഥങ്ങൾ മനസ്സിലാക്കണം, അല്ലാത്ത തെറ്റിപ്പോകും. അതായത് ഒരു സമ്മാനമായിട്ട് മാത്രമേ ഉള്ളൂ സ്വർഗവും നരകമൊക്കെ, അതായത് പ്രതിഫലം എന്നർത്ഥം. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിസ്കാരം. ഇപ്പൊ റജബ് മാസത്തിൽ ദുആ അള്ളാഹുവിനോട് ഇങ്ങനെ ദുആക്കുമ്പോൾ ദുആ അള്ളാഹ് സ്വീകരിക്കണം. ആദ്യം നമ്മൾ നിസ്കരിക്കണം. അള്ളാഹു എനിക്ക് തൗഫീഖ് നൽകട്ടെ. ആദ്യം എന്നോട് പിന്നെ നിങ്ങളോടൊക്കെ സൂചിപ്പിച്ചു എന്ന് മാത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് പോയതുമായി ബന്ധപ്പെട്ട് എന്നോടൊക്കെ എൻ്റെ നാട്ടിലുണ്ട് ഒരു ചെറുപ്പക്കാരനായ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, നിരീശ്വരവാദിയാണ്. റസൂലിനെ പറ്റി ഇകഴ്ത്തി സംസാരിച്ചെങ്ങാണ്ട് വാനലോകത്തേക്ക് യാത്ര പോയത് എങ്ങനെയാണ്? അപ്പൊ നമ്മളൊക്കെ മദ്രസകളിൽ പഠിച്ചതാണ് അല്ലെ? ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ പറഞ്ഞോട്ടെ, കുറച്ച് സംസാരിച്ചോട്ടെ. ബുറാഖ് എന്ന മൃഗം എന്നും നമ്മൾ കിതാബിൽ പഠിച്ചിട്ടുണ്ട്, വാഹനം എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചെറിയ കുട്ടികളാവുമ്പോൾ ഉസ്താദുമാരത് മനസ്സിലാകാൻ ഒരു മൃഗം എന്ന് പറയാം. അപ്പൊ മൃഗം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ വലുപ്പത്തിൽ 10 ക്ലാസ് വരെ മദ്രസ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്ലാം പൂർണ്ണമായി പഠിച്ചു എന്നല്ല. ഇസ്ലാം പഠിക്കാനുള്ള ലൈസൻസ് അവനക്ക് കിട്ടിയെന്ന. കാരണം അവിടുന്ന് അങ്ങോട്ട് പഠനം തുടങ്ങണം എന്നാ. അല്ലാതെ പഠനം പൂർത്തിയായി അല്ലെ കിതാബ് ഓതി ദർസിൽ പഠിച്ചു കോളേജ് പഠിച്ചു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി എന്നല്ല. അവിടുന്ന് അങ്ങോട്ട് പഠിക്കാനുള്ള ലൈസൻസാണ് ആ സനദ്ദാനം കൊടുക്കുന്നത്.
അവിടുന്ന് അങ്ങോട്ട് തുടങ്ങണം. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ച ഹദീസുകളും മറ്റുള്ള എല്ലാം എനിക്ക് അറിയുന്നുള്ള നിലക്കണ്ടല്ല, നമ്മൾ കുറച്ച് ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. പഠിച്ചു വെച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകേണ്ടതുണ്ട്. മൃഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വലുപ്പത്തിൽ മനസ്സിലാക്കുമ്പോൾ നമ്മളെ കണ്ണിൽ കണ്ട ഈ ലോകത്തുള്ള, അപ്പം നിങ്ങൾക്കൊക്കെ ആദ്യം വന്നത് കുതിര എന്ന് വന്നത് കൈകണി. ഒരു മൃഗമാണ് ബുറാക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ കൂട്ടത്തിൽ മനസ്സിൽ കുതിര വന്നുള്ള കൈകണി മടിക്കണ്ട. അല്ലെങ്കിൽ മറ്റു വേറെ ഏതെങ്കിലും മൃഗങ്ങൾ, ഒട്ടകം ഒന്നുണ്ടോ? ഒട്ടകം ഒന്നുണ്ടോ? അപ്പോൾ മൃഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട മൃഗത്തെ നമുക്ക് ഓർമ്മയുള്ളൂ. അല്ലെങ്കിൽ വാഹനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണുന്ന രൂപത്തിലുള്ള വലിയ വലിയ വാഹനം, അല്ലെ, സ്പീഡിൽ പോകുന്നൊരു മൃഗമാണ് ബുറാക്ക്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം പറയുകയാണെങ്കിൽ, ചരിത്രമല്ല, നമ്മളെ ഇന്ത്യയിൽ നടന്ന ഒരു സംഭവം. ഒരു സെമിനാറിൽ ഒരു മുസ്ലിം പെൺകുട്ടി, ഡിഗ്രി പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടി സെമിനാർ അവതരിപ്പിക്കുന്ന ആളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ ബുറാക്കിന്റെ വിഷയം മനസ്സിലാകാൻ വേണ്ടി പറയാണ്, ദീർഘിക്കുകയാണെങ്കിൽ അറിയിക്കണം, നിർത്താം. അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? നമ്മുടെ റൂഹിനെ പിടിക്കുന്ന ആരാണ്? മലക്കാണല്ലേ. ഒരു പക്ഷേ ഇവിടെ നമ്മളെ പാട്ടൊക്കെ കേട്ട് നിൽക്കണ്ടാവാം. നമുക്ക് ഉറപ്പുണ്ടോ ഇവിടുന്ന് മടങ്ങി പോകുന്ന ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പില്ല ഈ സ്റ്റേജ് ഇറങ്ങി പോകുന്നുള്ളത്. എൻ്റെ വീട്ടിൽ എനിക്ക് ഉറപ്പില്ല. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അവരുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർക്ക് അള്ളാഹു രോഗങ്ങളൊക്കെ ശിഫ കൊടുത്ത് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ആ മുസ്ലിം പെൺകുട്ടി ചോദിച്ച ചോദ്യം, അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റക്കാണോ അതോ ഒരു ഗ്യാങ് ആണോ? ചോദ്യം പെർഫെക്റ്റ് ചോദ്യമാണ്. അതായത് ലോകത്ത് ഒരേ സമയത്ത് മരണവും ജനനവും നടക്കുന്നുണ്ട്. ഇന്നിപ്പോ ഈ കൊട്ടിക്കുളത്തൊരു മരണം നടക്കുകയാണെങ്കിൽ അതേ തൊട്ടപ്പുറത്തും തൊട്ട് സംസ്ഥാനങ്ങളിലും തൊട്ടടുത്ത രാജ്യങ്ങളിലൊക്കെ അതേ സമയത്ത് മരണം നടക്കുന്നുണ്ട്. അപ്പൊ ഈ അസ്രായിൽ ഒറ്റക്ക് തൊക്കെ നടക്കുമോ? നമുക്കൊരു സംശയമില്ലേ, ഒറ്റക്ക് തൊക്കെ പടം നടക്കുമോ? അപ്പൊ ആ കുട്ടി ചോദിച്ച ചോദ്യം തന്നെയാണ്, ഒറ്റക്കാണോ കൂട്ടമാണോ? അപ്പൊ ആ കുട്ടിക്ക് നമ്മളിപ്പോ നമ്മളെ ആത്മീയ ലെവലില് അള്ളാഹുവിന്റെ മലക്കുകളാണ്, പ്രകാശം കൊണ്ട് സൃഷ്ടിച്ച മലക്കാന്ന് പറഞ്ഞാൽ കുട്ടി സ്വീകരിച്ചില്ല. കാരണം ശാസ്ത്രം പഠിക്കുന്ന കുട്ടിയാണ്, ശാസ്ത്രീയമായി തെളിയിച്ചു കൊടുത്താലേ കുട്ടി പഠിക്കുള്ളൂ. അപ്പോ ആ സെമിനാർ അവതരിപ്പിക്കുന്ന ആള് പറഞ്ഞു കൊടുത്തു, ശാസ്ത്രീയമായി തെളിയിക്കുകയാണെങ്കിൽ ശാസ്ത്രം പറഞ്ഞു, പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള ദൂരമുണ്ട് പ്രകാശത്തിന്. ശാസ്ത്രം പറഞ്ഞ കണക്കാണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള വേഗത പ്രകാശത്തിനുണ്ട്. എന്നാൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഈ ഗോളം ആകെ 96,000 കിലോമീറ്റർ ഉള്ളൂ. അതിൽ തന്നെ കൂടുതലും എന്താണ്? കടലാണ്, അല്ലേ? കര കുറച്ചു ഭാഗമുള്ളൂ, കടലാണ് കൂടുതലും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അള്ളാഹു പടച്ച പ്രകാശം കൊണ്ട് സൃഷ്ടിച്ച അസ്രായിൽ എന്ന് പറയുന്ന മലക്കിനെ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര വട്ടം ഭൂമി വലയം വെക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ ആ കുട്ടിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ ബുറാഖ് എന്നുള്ള വിഷയം പറയാൻ വേണ്ടി പോയതാണ്. ബർക്ക് എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ എന്നർത്ഥം. അതിൽ നിന്നും വന്ന വാക്കാണ് ബുറാഖ് എന്നുള്ളത്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രാ മിഅ്റാജിന് യാത്രക്ക് ബുറാഖ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ചത് അതിവേഗത്തിൽ പറയുമ്പോഴത്തേന് അള്ളാഹിന്റെ അടുത്തേക്ക് പോകാനാണ്, അല്ലേ? എന്നാൽ സുലൈമാൻ നബിന്റെ ചരിത്രത്തില് സുലൈമാൻ നബി ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്നും ആ സിംഹാസനം എന്റെ സവിധത്തിലേക്ക് എത്രയും സ്പീഡിൽ ആർക്കാണ് കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും പല സ്പീഡും പറഞ്ഞു. ഒരു ജിന്ന്, കേവലം ഒരു ജിന്ന് പറഞ്ഞു, ഒരു കണ്ണടച്ച് തുറക്കുന്ന സമയത്തോണ്ട് ഞാൻ എത്താം. ഞാൻ പറഞ്ഞു വന്നത്, ആ ജിന്നിന് വരെ അത്രത്തോളം കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബുറാഖ് എന്ന വാഹനം വേണോ? വേണ്ട. അള്ളാഹ്ക്ക് അതിലും സ്പീഡിൽ അള്ളാഹിന്റെ റസൂലിനെ കൊണ്ടാൻ വയ്ക്കും. പിന്നെ എന്തിനാ ബുറാഖ് കൊടുത്തത്? വേഗത കുറക്കാനാണ്. മനസ്സിലാക്കുക. എന്ത്? 7 ആകാശത്തും അള്ളാഹിന്റെ റസൂലിനെ കാത്തുക്കുണ്ട് പല മലക്കുകളും കഴിഞ്ഞുപോയ പ്രവാചകന്മാരും അവരൊക്കെ ഇമാമത്തായി നിന്ന് റസൂലുള്ള അള്ളാഹിന്റെ സവിധേക്ക് പോകാൻ വേഗത കുറക്കാനാണ്. നമ്മൾ പഠിച്ച ഭാഗം ഒന്ന് ആഴ്ന്നിറങ്ങാന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു പോയതാണ്. ഈ റസൂലുള്ളാഹിനെ ഇകഴ്ത്തിങ്ങാണ്ടാണ് ഈ നിരീശ്വരവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു റസൂലുള്ളാഹിനെ മനസ്സിലാക്കി നാളെ കൗസർ കുടിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാരൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുള്ള അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും കഴിയുന്നവരൊക്കെ എണീറ്റ് നിൽക്കുക, അല്ലാത്തവർ ഇരുന്നോളി. വയസ്സായ ആളുകളൊക്കെ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്, ഒന്നും നഷ്ടപ്പെടില്ല ഇൻഷാ അല്ലാഹ്. ഒന്ന് ആത്മാർത്ഥമായിട്ട് ഉപരി പറഞ്ഞ പോലെ ആത്മാർത്ഥമായിട്ട് ചെല്ലുക. അള്ളാഹു കബൂലാക്കട്ടെ. ഇപ്പോഴടുത്ത് 2 മഹാന്മാരുണ്ട്, നമ്മൾ പോലും അറിയാത്ത ഒരുപാട് ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അള്ളാഹു തആല അവരുടെയൊക്കെ പ്രാർത്ഥന നമ്മൾ ഉൾപ്പെടുത്തട്ടെ.
മേലെ വാനം പൂത്ത ചന്ദ്രൻ എന്തിനാ ഭൂമിയാകെ പൂക്കളുണ്ട് എന്തിനാ മേലെ വാനം പൂത്ത ചന്ദ്രൻ എന്തിനാ ഭൂമിയാകെ പൂക്കളുണ്ട് എന്തിനാ ആ മദീന മാത്രം പോരെ സോദരാ ആ മദീന മാത്രം പോരെ സോദരാ അതിനെ വെല്ലാൻ വേറെയുണ്ടോ സ്നേഹിത അതിനെ വെല്ലാൻ വേറെയുണ്ടോ സ്നേഹിത മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ 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 വഹദത്തുൽ വജൂദ് മുത്തോ ദേഹമിൽ വീശിയൊഴിയും കാറ്റ് പോലോ ലങ്കലിൽ വഹദത്തുൽ വജൂദ് മുത്തോ ദേഹമിൽ വീശിയൊഴിയും കാറ്റ് പോലോ ലങ്കലിൽ എൻ്റെ റൂഹിൽ അങ്ങിനൂറ് കത്തുമോ കത്തിയാൽ പിന്നെന്തു വേണോ പകരുമോ എൻ്റെ മുത്തേ എന്നെ ചേർത്ത് പിടിക്കുമോ ആ പിടുത്തം നേടിയാൽ ബദൽ വേണമോ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മേലെ വാനം പൂത്ത ചന്ദ്രൻ എന്തിനാ ഭൂമിയാകെ പൂക്കളുണ്ട് എന്തിനാ ആ മദീന മാത്രം പോരെ സോദരാ മദീന മാത്രം പോരെ സോദരാ അതിനെ വെല്ലാൻ വേറെയുണ്ടോ സ്നേഹിത അതിനെ വെല്ലാൻ വേറെയുണ്ടോ സ്നേഹിത മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ ആ മുഖത്തെ കണ്ട കണ്ണുകൾ ഭാഗ്യമേ കണ്ടില്ലേലും ആശിഖിന് പ്രകാശമേ ആ മുഖത്തെ കണ്ട കണ്ണുകൾ ഭാഗ്യമേ കണ്ടില്ലേലും ആശിഖിന് പ്രകാശമേ കൊഞ്ചിയൊഴുന്ന പുഴയ്ക്കും മോഹമേ ആ മദീനത്തൂടെ പോവാൻ ആശയേ ആശയതുപോൽ ചൊല്ലുവാൻ മഴ കാറ്റുമേ എന്റെ ദൂരെ അങ്ങയെ കാത്തിരിപ്പുമേ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ 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 എത്ര സ്നേഹം തങ്ങ് പകരോ വീട്ടണോ എങ്ങനെയാ സന്നിധി ഞാൻ നിൽക്കണോ എത്ര സ്നേഹം തങ്ങ് പകരോ വീട്ടണോ എങ്ങനെയാ സന്നിധി ഞാൻ നിൽക്കണോ നാണമാണ് നാണമാണ് സയ്യിദി നാവ് പോലും നേച്ചമാണ് ഉന്നിധി നാമം
നാൾക്കു നാൾ ചേർക്കൂ ഹബീബി സന്നിധി മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ. എന്റെ സ്നേഹം സത്യമാണോ ചൊല്ലുമോ വ്യാജമെങ്കിൽ എന്നെയൊന്ന് കഴുകുമോ അങ്ങിൻ നാമം കേൾക്കും നേരം കണ്ണിനോ കരളിനോ ഒരു മാറ്റമില്ല ഞാൻ പാപിയോ കല്ല് പോലുള്ള കൽവിനെ തഴുകുമോ എന്റെ നാദായ എന്നെ നീയെ ചെടുക്കുമോ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ. മേലെ വാനം പൂത്ത ചന്ദ്രൻ എന്തിനാ ഭൂമിയാകെ പൂക്കളുണ്ട് എന്തിനാ മദീന മാത്ര പോരെ സോദരാ മദീന മാത്ര പോരെ സോദരാ അതിനെ വെല്ലാൻ വേറെയുണ്ടോ സ്നേഹിത അതിനെ വെല്ലാൻ വേറെയുണ്ടോ സ്നേഹിത മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഞങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇങ്ങനൊരു അവസരം തന്നതിന് അൽഹംദുലില്ലാഹ് അൽഫമറ യാ റബ്ബൽ ആലമീൻ എന്ന മനോഹരമായ അള്ളാഹുവിൻ്റെ സ്തുതിയുടെ ആഢ്യാഭരണത്തെ കൊണ്ട് സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൽ ബന്ധപ്പെട്ട കമ്മിറ്റിക്കും ഞങ്ങൾ ടീമിൻ്റെ വക അതോടൊപ്പം തന്നെ എല്ലാവരുടെയും വക നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രത്യേകിച്ച് നമ്മൾ സൗണ്ടൊക്കെ നല്ല സിസ്റ്റമാണ്. ഞാൻ സൗണ്ട് വരുന്നത് പറയില്ല, ആ തുടക്കത്തിൽ ഇങ്ങനെ ആ ഒരു തുടക്കത്തിലുള്ളൊരു സൗണ്ട് ഉണ്ടായിട്ടുള്ളൂ. നല്ല സൗണ്ടാണ്. അല്ലാഹു തആല എല്ലാവരുടെ ജോലിയിലും വിഷയങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ. ഈ നാടിൻ്റെ സ്നേഹവും ഐക്യവും നിലനിർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.